ഇനി വ്യവസായത്തിൽ നിന്നേ കുറച്ച് രാഷ്ട്രീയത്തേക്ക് പോയി നോക്കാം. അങ്ങനെ ആ ഇപ്പോൾ വ്യവസായിയായി കേരളത്തിൽ അറിയപ്പെട്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണോ രാഷ്ട്രീയ പ്രവേശനം അതോ രാഷ്ട്രീയം ഇത് ഒരുമിച്ച് പോവാണോ? അങ്ങനെ ഉണ്ടല്ലോ അല്ല, രാഷ്ട്രീയം നമ്മൾ അതിന്റെ വ്യവസായി ആകുന്നതിന് മുമ്പ് തന്നെ തുടങ്ങിയല്ലോ. തുടങ്ങിയത്. ഉം. രാഷ്ട്രീയം നമ്മൾ പിന്നെ വ്യവസായി ആവുന്നതിന്റെ മുമ്പ് തന്നെ തുടങ്ങിയിട്ടാണ് ഈ ഇതിലൊക്കെ വ്യവസായത്തിലൊക്കെ വരുന്നത് പിന്നെയാണ്. രാഷ്ട്രീയത്തിൽ വന്നിട്ട് നമ്മൾ നാട്ടിൽ ഒരു പണി ശരിക്കും ഒരു പണി കിട്ടാൻ സാധ്യത ഇല്ലാതെ വന്നു. അപ്പോഴാണ് നമ്മൾ പുറത്ത് പോയിട്ട് പണിയെടുക്കുന്നത്. പുറത്ത് പോയി പണിയെടുത്ത് അതിൽ അങ്ങനെ അവിടെ നിന്നാണ് പിന്നെ നമ്മൾ പിന്നെ ഈ കുറച്ച് കാശൊക്കെ ഉണ്ടാക്കി വിജയത്തിലെത്തുന്നത്. അത് കഴിഞ്ഞിട്ട് നാട്ടിൽ തുടങ്ങുന്നു. നാട്ടിൽ തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾ പിന്നെ ഇവിടെ പഞ്ചായത്തിലൊക്കെ മത്സരിക്കുന്നതൊക്കെ അതിന് ശേഷമാണ്. അപ്പം പിന്നെ നമുക്ക് നേരത്തെ തന്നെ നാട്ടിൽ ഉണ്ടായിരുന്ന ഒരു ബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ അതിന് സഹായകരായി. അന്നത്തെ അതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പഞ്ചായത്ത് കഴിഞ്ഞപ്പോൾ കമ്പനി ഈ തീപ്പെട്ടി കഴിഞ്ഞല്ലോ. തീപ്പെട്ടി കഴിഞ്ഞിട്ട് അവസാനം പിന്നെ ഇതിലേക്ക് തുടങ്ങി. അപ്പം അന്ന് പിന്നെ പാർട്ടി ആവശ്യപ്പെട്ട് പാർട്ടി കുറച്ച് കുറച്ച് സമയം ഗ്യാപ്പ് കുറച്ച് ലീവ് പറഞ്ഞോ? വേറെ അന്ന് വേറെ നിവൃത്തിയില്ല. അപ്പം ഇത് അന്ന് വേറെ സഹായിക്കാനൊന്നും ആരുമില്ലല്ലോ. ഞാനും നമ്മളെ രണ്ടനിയന്മാരും മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഇപ്പോൾ പാർട്ടിയോട് ആവശ്യപ്പെട്ടപ്പോൾ പാർട്ടിക്ക് ശരിയാന്ന് തോന്നിയതുകൊണ്ട് കുറച്ച് സമയം തന്നു. വലിയ വർക്കെന്നല്ലോ മാറി തന്നു. അനുഭവമില്ല, പാർട്ടി മെമ്പർഷിപ്പിൽ അപ്പം തന്നെ അന്ന് മുതലേ ഇപ്പോഴും പാർട്ടി മെമ്പർഷിപ്പ്. ഇപ്പൊ ഏതാ കമ്മിറ്റിയിലല്ലേ? ഇപ്പൊ ഞാൻ പിന്നെ ഇപ്പൊ നമ്മൾ താഴോട്ട് പോരല്ലേ പ്രായം. അങ്ങനെ അങ്ങനെ ഇപ്പൊ ബ്രാഞ്ചിലെത്തി. ഇപ്പൊ ഇല്ല, ഇപ്പൊ ലോക്കൽ കമ്മിറ്റിയില്ല. ലോക്കൽ കമ്മിറ്റി ഇനി അടുത്ത തന്നെ ബ്രാഞ്ചിലെത്തും. നിങ്ങള് റിട്ടയർമെന്റ് ആവശ്യപ്പെട്ടതുകൊണ്ടല്ലേ? അല്ല, പാർട്ടി ഇപ്പൊ 75 വയസ്സ് കഴിഞ്ഞാൽ ഇപ്പൊ കമ്മിറ്റികളിൽ നിന്നൊക്കെ താഴോട്ട് പോരുക. എവിടെ വരെ പോയി? ഇല്ല, ഞാൻ ഏരിയ ഏരിയ കമ്മിറ്റിയിലായിരുന്നു. ഏരിയ കമ്മിറ്റിയിലാണ് ഓട്ടക്കാരുണ്ടായിരുന്നത്. ഏരിയ കമ്മിറ്റി ഇപ്പോൾ കഴിഞ്ഞ സമ്മേളനത്തോടുകൂടി ലോക്കൽ കമ്മിറ്റിയിൽ വന്നു. അതിന് മുമ്പേ വരേണ്ടതാണ്. എനിക്ക് 85 വയസ്സായല്ലോ. നിങ്ങളായതുകൊണ്ടുള്ള പരിഗണന അങ്ങനെ അപ്പൊ അതില് ഈ ഇപ്പം ഈ നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റ് കഴിഞ്ഞ് ലീവ് എടുത്തു. അപ്പോഴാണ് അതില് പിന്നെ ലീവ് എടുത്തിട്ട് ഞാൻ ഈ റബ്ബർ സെറ്റാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ സമയം എടുത്തത്. അന്ന് നല്ല പിന്നെ സാമ്പത്തികമായിട്ട് വല്ലതും തന്നെ നല്ല പ്രയാസം ഉണ്ടായിരുന്നു. അത് പിന്നെ ഞാനന്ന് നേരത്തെ എനിക്ക് കുറച്ച് ഒരു നല്ലൊരു വീട് സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അത് ഡിസ്പോസ് ചെയ്തിട്ട് ചെറിയൊരു വീടൊക്കെ അതിലൊക്കെ മാറി ആ പണമൊക്കെ ഉപയോഗിച്ചിട്ടാണ് പിന്നെ ബിസിനസ് തുടങ്ങുന്നത്. അപ്പൊ അല്ല പിന്നെ എപ്പോഴാണ് പാർട്ടിയിലേക്ക് സജീവമായിട്ട് തിരിച്ചു വരുന്നത്? പാർട്ടിയിലേക്ക് പിന്നെ അവിടുന്ന് ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ തിരിച്ചിട്ട് പോയിട്ടില്ല. ഈ വർക്ക് അപ്പം ഏത് കമ്മിറ്റിയാണ് ആ സമയത്ത്? അന്നൊക്കെ പിന്നെ ലോക്കൽ കമ്മിറ്റി. പിന്നെ മത്സരിക്കുന്നതൊക്കെ പിന്നെ MLA ആകുന്നതിന്റെ മുമ്പ് പിന്നെ ജില്ലാ കൗൺസിൽ വന്നല്ലോ. ജില്ലാ കൗൺസിൽ ഉണ്ടായിരുന്നു. ജില്ലാ കൗൺസിൽ പിന്നെ പിരിച്ചു വിട്ടു 2-3 വർഷമായപ്പോൾ. അതൊക്കെ നിനക്ക് അറിയാമെന്നറിയാം. ജില്ലാ കൗൺസിൽ എനിക്കറിയാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ജില്ലാ പഞ്ചായത്ത് വന്നപ്പോൾ അതിന്റെ ആദ്യത്തെ ജില്ലാ പഞ്ചായത്തിലുണ്ടായിരുന്നു. ഞാൻ അവിടുത്തെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടാണ്. ആ സമയത്താണ് പിന്നെ നിയമസഭയിലേക്ക് മത്സരിക്കുന്നത്. അത് ആദ്യത്തേത് കഴിഞ്ഞ് രണ്ടാമത്തെ പ്രാവശ്യം ജില്ലാ പഞ്ചായത്തിൽ വന്നു. രണ്ടാമത്തെ പ്രാവശ്യം ജില്ലാ പഞ്ചായത്തിലേക്ക് വന്നപ്പോഴാണ് ഈ പിന്നെ 11ാം സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. അപ്പം ഹംസാക്ക മാറിയപ്പോഴാണ് VKC MLA ആണത്. അപ്പൊ അന്നത്തെ ഓർമ്മകൾ എന്തൊക്കെ? അന്ന് ആരെയും എതിരായിട്ട്? അന്ന് എനിക്കെതിരായിട്ട് മത്സരിച്ച മൈനാജി ലീഗ് കൗൺസിലിലേക്കും ജില്ലാ കൗൺസിലിലേക്കും മൈനാജി തന്നെയായിരുന്നു. നിങ്ങൾ മൈനാജി തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ട്? മൈനാജിന്റെ പിന്നെ ഞാൻ പറഞ്ഞ കമ്പനി, പഴയ കമ്പനി, ആ കമ്പനീന്റെ അതിന്റെ മച്ചുവിന്റെ അതൊരു മച്ചുവിന്റെ മകനാണ്. അപ്പം നിങ്ങള് കുടുംബക്കാരെ തോൽപ്പിച്ചാണ് മൊത്തത്തിൽ പരിപാടി തുടങ്ങുന്നത്. അതങ്ങനെ യാദൃശികമായിട്ട് വരുന്നല്ലോ ഒക്കെ. അപ്പൊ ഈ ബേപ്പൂരിനെ സംബന്ധിച്ച് ഈ ബേപ്പൂര് നിരന്തരമായിട്ട് ഇടതുപക്ഷം ജയിക്കാനുള്ള ഒരു കാരണം എന്താ? ബേപ്പൂര് പിന്നെ നമ്മള് ഒരു ഘട്ടത്തില് ഈ അടിയന്തരാവസ്ഥ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂര് NP മൊയ്തീനാണ് ജയിച്ചത്, UDF-ന്റെ. അതുവരെ പിന്നെ CPM തന്നെയായിരുന്നു. ആ സമയത്ത് ഒരു തെരഞ്ഞെടുപ്പിൽ മാറി.
അത് കഴിഞ്ഞ് അടുത്ത തെരഞ്ഞെടുപ്പിൽ പിന്നെ ഈ ആൻ്റണിയും ഇവരൊക്കെ ടീം നമ്മുടെ കൂടെ വന്നപ്പോൾ അതിലാണ് പിന്നെ മൊയ്തീൻ ജയിച്ചത്. അതിലും പിന്നെ മൊയ്തീൻ പിന്നെ നമ്മൾ ഇടക്ക് പിരിഞ്ഞല്ലോ, നമ്മളെ വിട്ടുപോയല്ലോ. പിന്നെ നമ്മളിന്ന് വിട്ടു. പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ വന്നപ്പം നമ്മൾ കോൺഗ്രസിനെതിരായിട്ട് മത്സരിക്കുന്ന മൂസക്കുട്ടിയാണ്, താമരശ്ശേരി ഉള്ള മൂസക്കുട്ടി എന്ന് ജയിച്ചു. അന്നൊരു സുരക്ഷ മാസ്റ്ററായിരുന്നു അയാൾക്കെതിരെ. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നത് പിന്നെ അംസാക്കാണ്. അംസാക്ക അന്ന് ഒരു അബ്ദുറഹ്മാൻ മാസ്റ്ററായിരുന്നു ലീഗിൻ്റെ. അപ്പം നമ്മളന്ന് ഒരു കടാകടയാണ്. നമ്മളന്ന് വലിയ പിന്നെ ഈ അതായത് നമുക്ക് ആദ്യം പിന്നെ ഈ ഉള്ള മണ്ഡലത്തിലെ കുറച്ച് മാറ്റം വന്നിരുന്നു. മണ്ഡലത്തിൽ മാറ്റമൊക്കെ വന്നു ഈ ആ തെരഞ്ഞെടുപ്പിൽ. അപ്പോഴതാണ് ഒരു പരാജയത്തിനൊരു കാരണം കൂടിയാണത് വന്നത്. അപ്പം ചാത്തിൻ മാസ്റ്റർ അങ്ങനെയാണ് ചാത്തിൻ മാസ്റ്റർ കുറച്ച് വോട്ടിനൊന്നും തോറ്റുപോയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ മൊയ്തീൻ ജയിച്ചു. പിന്നെയും മൊയ്തീൻ വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് മൂസക്കുട്ടിയാണ്. അയാൾ ട്രേഡ് യൂണിയൻ നേതാവ് താമരശ്ശേരിക്കാരനാണ്. മൂസക്കുട്ടി പിന്നെ ഇവിടെ അന്ന് ഒരു ടൈമിൽ അദ്ദേഹം ആയി, പിന്നെ മത്സരിച്ചില്ല. പിന്നെ അംസാക്ക വന്നു. അംസാക്കയും പിന്നെ അബ്ദുറഹ്മാൻ മാസ്റ്ററായി. അപ്പോൾ രണ്ടും അങ്ങനെ അതിൽ അംസാക്ക നല്ല ക്വാളിറ്റി ഉള്ള ആളായതുകൊണ്ട് അബ്ദുറഹ്മാൻ മാസ്റ്ററായിട്ട് മത്സരിച്ചപ്പോൾ നമുക്ക് കുറച്ച് മെച്ചം കിട്ടി. അത് കഴിഞ്ഞ് മന്ത്രിയായപ്പോൾ കുറച്ചുകൂടി അയാൾ ഫേമസ് ആയി ഇവിടെ. പിന്നെ അതെ അടുത്ത പ്രാവശ്യം പിന്നെ അത് 4 കൊല്ലത്തിൽ അവസാനിച്ചു പോയല്ലോ. അന്നൊരു പിന്നെ രാജീവ് ഗാന്ധിൻ്റെ മരണവും കാര്യമൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞ് പിന്നെ അംസാക്ക. അത് കഴിഞ്ഞ് പിന്നെ ഒരു ടൈം കൂടി 2 ടൈം പിന്നെ മത്സരിച്ച്. ഒരു ടൈമിൽ പിന്നെ ഒലിബിയ അന്ന് ഈ ആ മത്സരത്തിൽ, അതായത് മന്ത്രി കഴിഞ്ഞ് 4 കൊല്ലം കഴിഞ്ഞ് നമ്മൾ തുടങ്ങിയല്ലോ, ആ സമയത്താണ് ഒലിബി. അതിന്റെ ഒരു സാഹചര്യം അതിന് സത്യം അംസാക്കിനെ തോൽപ്പിക്കാൻ വേണ്ടി ഈ അവരൊന്നും അംസാക്ക മാത്രമല്ല, നമ്മളെ പാർട്ടിന്റെ പ്രധാനപ്പെട്ട ആളുകളെ തോൽപ്പിക്കാൻ വേണ്ടി ഒരു BJP ആയിട്ട് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായതാണ്. അന്ന് ഇവിടെ പിന്നെ ഒരു മാധവൻകുട്ടിയായിരുന്നു. പിന്നെ മാധവൻകുട്ടി പാണക്കാട്ട കുട്ടിയാണ്. രസമായിട്ട് പറയും. പിന്നെ അത് പിന്നെ അയാൾ പിന്നെ പാർലമെന്റിലേക്ക് പിന്നെ ഇയാളായിരുന്നു, മറ്റേ ഒരു വക്കീലുണ്ടായിരുന്നു, പേര് മറന്നു ഇപ്പം. അയാള് BJPന്റെ പിന്നെ അന്ന് ഈ സമൂഹം ഇത് വിലയിരുത്തൂലേ? അന്ന് അതുകൊണ്ടാണ് പിന്നെ അന്ന് ജയിച്ചത്. ഇപ്പൊ അങ്ങനെ VKCന്റെ ഓർമ്മകൾ എന്തൊക്കെ? VKC അന്ന് ജില്ലാ കൗൺസിലിന് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അന്ന് ജില്ലാ പഞ്ചായത്തില് ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ ശേഷം വന്നത്. അന്ന് സജീവമായിട്ടുണ്ട്. അന്നൊക്കെ ഉണ്ട്. അന്ന് സജീവമായിട്ട് പിന്നെ നമ്മളെ സജീവമായിട്ടുണ്ട്. സജീവമായിട്ട് പ്രവർത്തിക്കുന്ന കാലത്ത് തന്നെയാണ്. അംസാഖാനായിട്ടുള്ള ഓർമ്മകൾ MLA എന്നുള്ള അംസാഖിനെ നമ്മള് പിന്നെ പരിചയപ്പെട്ടു എന്ന് പറഞ്ഞാല് ഈ ഷാബാനു കേസില് ആണല്ലോ അംസാക്ക ഫേമസ് ആവുന്നത്. അന്നത്തെ പിന്നെ ഞങ്ങൾ പ്രസംഗത്തിന് വേണ്ടിയിട്ട് അയാളെ കൂട്ടിയിട്ട് വരും. അംസാക്കയിൽ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അങ്ങനെയായിരുന്നു. ഞങ്ങൾ കുറച്ച് ആൾക്കാർ അവിടെ പോയിട്ട് ഇവരെ പരിപാടി വെക്കുമ്പോൾ മൂപ്പര പ്രസംഗം കേൾക്കാനൊന്ന് ഭയങ്കരമായിട്ട് താല്പര്യമുള്ള, പിന്നെ രസകരമായി അതിനുവേണ്ടി പാർട്ടി ആ ശരീഅത്ത് വിവാദത്തെ മറികടന്ന് അംസാക്കാനെ വെച്ചിട്ടാണ്. അതെ, അംസാക്ക നന്നായിട്ട് പിന്നെ അയാള് ഇതിന്റെ മതപരമായ നിയമങ്ങളൊക്കെ പറഞ്ഞിട്ട് തന്നെ പ്രസംഗിക്കും ആധികാരികമായിട്ട്. അത് നിയമസഭയിലും അദ്ദേഹം അന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. അന്ന് അതിനെ കവച്ചു വെക്കാൻ അത്ര കഴിഞ്ഞിരുന്നില്ല ഇയാളോട്. അത്രയും, കാരണം ഇയാള് ആധികാരികമായിട്ട് പറയും. ഇയാള് നല്ല കിതാബന്റെ വൈഹാട്ടാണ്, ഭയങ്കര ഓർമ്മയാണ്. അതെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അത് ഉണ്ടായത്. അപ്പൊ അന്ന് MLA ആയിരിക്കുമ്പോ അംസാക്കാനായിട്ടുള്ള VKCന്റെ ഓർമ്മകൾ? അല്ല, അന്ന് അംസാക്ക മന്ത്രിയായപ്പോഴൊക്കെ നമ്മള് അംസാക്കായിരുന്നു, നല്ല കണക്ഷനായിരുന്നു. നന്നായിട്ട് ഇടപഴകലും ഫോണിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ ഉടനെ VKCക്ക് ശേഷം അംസാക്കക്ക് ശേഷം VKC MLA. അതെ, അംസാക്കിനെ 3 ടൈം കഴിഞ്ഞ ശേഷം നിങ്ങൾ MLA. പിന്നെ നിങ്ങൾ 2 ടേം തുടർച്ചയായിട്ട്? ഒരു ടേം കഴിഞ്ഞിട്ട് പിന്നെ കരീംക്ക വരിക അല്ലെ? പിന്നെ കരീംക്ക. അതെന്തേ പിന്നെ അതിന്റെ ഇടയിൽ നിർത്തിങ്ങള്? അല്ല, കരീംഖനെ പിന്നെ പാർട്ടി തീരുമാനിച്ചത്. നമ്മള് കോൺഗ്രസ്സുമാരി നമുക്ക് തീരുമാനമില്ലല്ലോ അല്ലെ? പാർട്ടി തീരുമാനിക്കില്ലല്ലേ. പാർട്ടി തീരുമാനിച്ച് പിന്നെ ആദ്യം ഞാൻ ഒരു പാർട്ടി തീരുമാനിച്ചാണ് ആദ്യത്തെ ഒരു
ഈ MLA ആയിരിക്കുമ്പോഴേ ആണല്ലോ ഇപ്പൊ ആദ്യം MLA ആയിരിക്കുമ്പോഴാണ് മാറാട് കലാപം ഉണ്ടാകണേ. അന്നത്തെ ഓർമ്മകൾ നിങ്ങളെ മണ്ഡലത്തിലായിരുന്നല്ലോ, കേരളത്തിലൊരു ആ അനുഭവങ്ങളൊന്ന്. അത് പിന്നെ ഒരു വളരെ പിന്നെ ഒരു നല്ല അവിടെ അത്യാവശ്യം പിന്നെ കുഴപ്പമില്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ആണ് ഈ കലാപുണ്ടാകുന്നത്. ആ കലാപുണ്ടാകുന്നതിന് കുറെ അതിന് മുമ്പ് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് മുമ്പത്തെ പ്രശ്നം എന്ന് പറയുമ്പോൾ ശരിക്ക് പിന്നെ ഈ എല്ലാ വർഗീയവാദികളെയും യോജിപ്പിച്ചുകൊണ്ടാണ് UDF അധികാരത്തിൽ വന്നത്. അന്ന് എല്ലാവരും ഉണ്ട്. പിന്നെ BJPന്റെ ഒരു ഭാഗമുണ്ട്, മറ്റേ തീവ്രവാദികൾ എല്ലാവരും ഉണ്ട്. അപ്പം അത് വന്നുകൊണ്ട് ഇയാൾ അതിലിങ്ങനെ പെട്ടെന്ന് തീരുമാനമെടുക്കില്ല. ഇതെല്ലാവരും വേണ്ടപ്പെട്ട ആൾക്കാരാണ്. അതെ അതെ. അപ്പം അതുകൊണ്ട് മൂപ്പര് വളരെ ഈ സ്ലോ ആയത് എങ്ങനെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പറയും ചെയ്തത് അത് പിന്നെ കഴിഞ്ഞപ്പത്തിന് ആൾക്കാരുടെ മനസ്സിലൊക്കെ കയറി. പിന്നെ അത് വെച്ചിട്ട് പിന്നെ ഇവിടെ മാറാട് അവിടെ എന്തോ ഒരു ക്ലബിൻ്റെ വാർഷികം എന്തോ ആഘോഷിച്ചപ്പോൾ പിന്നെ ഈ എന്തോ പുക അങ്ങനെ എന്തോ പറഞ്ഞിട്ട് അപ്പം അവിടെ ഒരു പിന്നെ ഉള്ളിൽ കൂടി അവർ ഉള്ളിൽ വിരോധം BJPന്റെ നേരത്തെ അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു വിരോധം വെച്ചിട്ട് ഇവരൊക്കെ അത്യാവശ്യം ഈ വിഷം ഇങ്ങനെ ഉണ്ട്. നമുക്കൊന്നും അത്ര വേണ്ടത്ര മനസ്സിലാക്കിയിരുന്നില്ല. അപ്പം അതിൽ പിന്നെ ഈ മുസ്ലിം വിഭാഗത്തിൽ നമ്മളെ ഒത്തനുഭാവികളും അതിൽ പെട്ടിരുന്നു അന്ന്. അനുഭാവികൾ, പാർട്ടിക്കാരല്ല, പാർട്ടി അനുഭാവികളായിട്ടുള്ള ആൾക്കാരൊക്കെ അതിൽ പെട്ടിട്ടുണ്ട്. അപ്പം എന്ന് വെച്ചാൽ അത് അവിടെ നമ്മളും BJP ആയിട്ടാണ് പ്രശ്നം ഉണ്ടാവാറ്. അപ്പം BJP ആയിട്ട് പ്രശ്നം ഉണ്ടാകുന്നതുകൊണ്ട് അവരോടുള്ള ഈ ഒരു നമ്മളാളുകൾ അനുഭാവികളുടെ അവരോട് വിരോധം കാരണം ഈ ഒരു സംഗതിയാണ്. അവർ മതപരമായിട്ടുള്ള ഒന്നുമല്ല അവർക്ക്, അങ്ങനെ വന്നാണ്. അപ്പം അത് വന്ന് അപ്പം ഒരു ദിവസം അതുമായി ബന്ധപ്പെട്ടിട്ട് ആ വാർഷികം കഴിഞ്ഞപ്പോൾ ആണ് ഈ തർക്കമുണ്ടായി. അവിടെ ഈ ആദ്യത്തെ ദിവസം പിന്നെ മൂന്നാളുകൾ 3-4 ആൾക്കാരന്ന് പിന്നെ കൊന്നു. അങ്ങോട്ട് കൂട്ടം രണ്ട് കൂട്ടറുമുണ്ട്. എനിക്കാണ് ഇപ്പോൾ ശരിക്ക് ഒരു 2 കൂട്ടറും ഉണ്ട് അതിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് അന്ന് ഇപ്പോൾ ഏകദേശം നമ്മൾക്ക് ഇടപെട്ട് പറഞ്ഞ് നിർത്തി, ഇനി നാളെ നമുക്ക് രാവിലെ മീറ്റിംഗ് കൂടാമെന്നൊക്കെ പറഞ്ഞിട്ട് സർവകക്ഷി യോഗമൊക്കെ രാവിലെ വിളിച്ചതാണ്. അപ്പം അന്ന് രാവിലെ ഒരാളെ ഒരു മുസ്ലിം വിഭാഗത്തിലൊരാളെ മറ്റൊരു കൊന്നു. അയാൾ മരിച്ച ആളുകൾ കവറുണ്ടാക്കാൻ പോയിരുന്നു അയാൾ കൊന്നു. അപ്പം അത് ഇപ്പോൾ നമ്മളെ പുറത്തുനിന്ന് പോയി തന്നെ. അപ്പോൾ ഭയങ്കര പ്രശ്നമായി. അന്ന് പിന്നെ ഇവർ പിന്നെ ഒരു വലിയ പ്രശ്നമായി. പിന്നെ ഒരു മന്ത്രിമാരൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ, കുഞ്ഞാൻ്റെ കുട്ടി, ആന്റണിയൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ അത് പിന്നെ കൂടി അവർ തന്നെ ഈ അവരുടെ തന്നെ ഒരു ഐക്യം ഉണ്ടാക്കിയിട്ട് മുസ്ലിം ലീഗാണ് അതിൽ ഒരു ഭാഗത്ത് നിന്നത്. അതെ അതെ. ഒരു ഭാഗത്ത് നിന്ന് അവരൊരു ഭാഗത്ത് ഉണ്ടായി, മറ്റേത് ഭാഗത്ത് RSകാർ. പിന്നെ അവർ തമ്മിൽ രൂപത്തിലായിട്ട് അങ്ങനെ പിന്നെ പെട്ടെന്ന് കാര്യങ്ങൾ അതിന് ശേഷം സമരം ഉണ്ടായത് അങ്ങനെയാണ്. അല്ലെങ്കിൽ അത് തുടർന്നു പോവുമായിരുന്നു. അതെ. അതോ കലാപം കത്തിക്കാൻ? അല്ലല്ല, അവർ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള എഫേർട്ടാണ്. ശരിക്കും അത് ഒരു വെച്ചാല് നമ്മളെ നാട്ടിലൊക്കെ ഞങ്ങൾ ചെറുപ്പത്തിൽ മനസ്സിലാക്കിയിരുന്ന ഒരു സാധനം ലീഗ് അതിൽ പ്രതിസ്ഥാനത്ത് ഉണ്ടായിരുന്നു. അങ്ങനല്ല, പ്രതിസ്ഥാനത്ത് ലീഗുകാർ അതിന്റെ പ്രധാന പ്രതികളുണ്ട്. പക്ഷെ അത് ലീഗിന്റെ ഒരു തീരുമാനപ്രകാരമൊന്നുമല്ല. ലീഗിൽ കുറച്ച് ആളുകൾ അവിടെ ലീഗിന്റെ പള്ളീന്റെ പ്രസിഡന്റ് പിന്നെ ഇങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞ മൈനാജിനെ പറ്റിയാണ് പറയുന്നത്. പിന്നെ അവര് സപ്പോർട്ട് ചെയ്തു എന്ന് പറയുന്നത്. പിന്നെ എന്തായിരിക്കും സെറ്റിൽമെന്റ് നടന്നിട്ടുണ്ടാകുക? അത് പിന്നെ അത് കുറെ സ്വകാര്യമാണ് അവർക്കൊക്കെ. അപ്പൊ ഒരു പണമൊക്കെ കൊടുത്ത് ഇങ്ങനെ കാണാൻ തോന്നുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അതിന്റെ കമ്മിറ്റിയിൽ അവിടെ കമ്മിറ്റി ഉണ്ടാക്കിയപ്പം ശരിക്കും ഞാനാണ് കമ്മിറ്റിയിൽ വരേണ്ടത്. അപ്പം പിന്നെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് കളക്ടർ ആയിക്കോട്ടെ പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് പിന്നെ അതിൽ വല്ലാതെ റോൾ ഉണ്ടായിട്ടില്ല. ഒഴിവാക്കിയാണ്. സാധാരണ ഞാനാണല്ലോ MLA എന്നുള്ളത് ഞാനല്ല ആവേണ്ടത്. അപ്പൊ ആര്യാടം പറഞ്ഞു വികസി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു.
അപ്പൊ കുഞ്ഞാലിക്കുട്ടിയാണ് വേണ്ടത്. നേരിടയ്ക്ക് പിന്നെ വേണ്ട കറക്റ്റ് ആയിക്കോട്ടെ. അതൊരു ഒരു ഇതാണ് നമ്മളാകുമ്പോൾ അവർക്ക് ഉദ്ദേശിച്ചത് ചെയ്യാൻ പറ്റൂല. നമ്മളാവുമ്പോ ഇടപെടുമല്ലോ അല്ലെ. ശരി, അപ്പൊ അത് VKസിനെ ബാധിച്ചോ? എനിക്ക് ഒരു അല്ല, ഒരു ബാധിക്കില്ല. മുസ്ലിം MLA അല്ല, അങ്ങനെ ഒരു ചർച്ച വന്നു? അങ്ങനെ ഒരു ചർച്ചയും വന്നില്ല. അങ്ങനെ ചർച്ച എടുത്ത കാര്യമില്ല. ഞാൻ രണ്ട് കൂട്ടരുടെ കാര്യങ്ങളും ശരിക്കും എനിക്കറിയാവുന്ന കാര്യം കറക്റ്റ് പറഞ്ഞു. പറഞ്ഞിട്ടുണ്ട്. ആരും ഞാൻ ഒഴിവാക്കിയില്ല. ഉം. മുസ്ലിം ഭാഗത്തിനെയും പറഞ്ഞിരുന്നു, മറ്റേതിനും പറഞ്ഞിരുന്നു. കറക്റ്റ് കാര്യങ്ങൾ നമ്മൾ അതുകൊണ്ട് അപ്പൊ രണ്ടാമത്തതും അവിടുന്ന് പിന്നെ രണ്ടാമത്തെ വന്നല്ലോ 2003. രണ്ടാമത്തേതിന് ഒരു ഭീകരമായ കൊലപാതകം. അപ്പോൾ രണ്ടാമത്തത് ഒരു ഭയങ്കരമായിട്ട്, അതായത് 8 ആള് 9 ആള്. രണ്ടാമത്തത് ഹിന്ദു വിഭാഗത്തല്ലേ കൊന്നേ? ഹിന്ദു വിഭാഗക്കാരിൽ പിന്നെ ഒരാൾ മുസ്ലിം ഉണ്ട്. അതായത് മുസ്ലിം ഇവരെ അത് പറയുന്ന വെച്ചാൽ ഇവരെ ഈ പിന്നെ കൊല്ലാൻ പോയ കൂട്ടത്തിലുള്ള ആളാണ്. ആള് മാറി വെട്ടിപ്പോയതാ. ശരി. അത് ശരിക്കും പ്ലാൻഡ് ആയിരുന്നു രണ്ടാമത്തെ? പിന്നെ ഭയങ്കര പ്ലാനല്ലേ. എന്തൊക്കെയായിരുന്നു അതിൽ? അത് പിന്നെ ഇവര് ഈ ആൾക്കാരവിടെ പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒരു സ്വറ പറഞ്ഞിരിക്കുകയാണ് ബീച്ചിൽ. ആ സമയത്ത് അവർ പോയിട്ട് അവര് പ്ലാൻ ചെയ്ത് ആയുധമൊക്കെ ആയിട്ട് വന്നേ അല്ലേ? അത് കഴിഞ്ഞിട്ട് ആയുധം പിന്നെ രണ്ടു കൂട്ടരും ആയുധം എടുത്തപ്പോൾ വന്ന പിന്നെ ഒരു പോലീസ് നന്നായിട്ട് ആക്ട് ചെയ്ത് അവിടെ. പോലീസ് പിന്നെ അയാൾ ഒരു ആദ്യം തന്നെ വെടിവെച്ചാണ്, മേലോട്ട് വെച്ചാണ്. അപ്പൊ അതിൽ ഇവരൊന്ന് പരിങ്ങി. അപ്പൊ തന്നെ ആളുകളൊക്കെ കൂടി അടക്കി. അതിൽ പള്ളിയിൽ വരെ ആയുധം സൂക്ഷിച്ചിട്ടുണ്ട്, മുസ്ലിം പള്ളിയിൽ. അത് ശരി. അതുവരെ ആയുധമൊക്കെ ഒന്ന് പോലീസ് അവിടെ കണ്ടെടുത്താണ്ട്. അതിലൊന്നും പിന്നെ റിയാക്ഷൻ ഉണ്ടായില്ല? അത് പിന്നെ അതിന്റെ റിയാക്ഷൻ ഉണ്ടായിരുന്നു. വഴക്കല്ല. മുസ്ലിംസ് എല്ലാം അവിടുന്ന് ഒഴിഞ്ഞു പോണ്ടി വന്നില്ലേ? അവിടെ ഇല്ലല്ലേ? അവിടുന്ന് ഒരുപാട് ആൾക്കാർ ഒഴിഞ്ഞു പോയി. അവിടുന്ന് ഇപ്പോ അവര് അനാഥയായില്ലേ അവര്. ഈ ഇതിന്റെ കാരണം കൊണ്ട് ഇതിപ്പോ കുറച്ച് ആൾക്കാരുണ്ടാക്കിയ കുഴപ്പം കൊണ്ട് ഒന്നറിയാത്ത പാവപ്പെട്ട മുസ്ലിംസ് എല്ലാം അവിടുന്ന് ഓടിപ്പോണ്ടി വന്നില്ലേ? അപ്പൊ അത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം ആയിരുന്നില്ല? മുസ്ലിംസ് നല്ല ഉണ്ടായിരുന്നു അവിടെ. ഭൂരിപക്ഷം എല്ലാം ഉണ്ടായിരുന്നു. മുസ്ലിംസ് പോയി. പിന്നെ പല ഭാഗത്തും പോയി. പിന്നെ നമ്മളാണ് ആദ്യം ക്യാമ്പ് തുടങ്ങിയത്, പാർട്ടി. ക്യാമ്പൊന്നും തുടങ്ങില്ല. ക്യാമ്പ് തുടങ്ങാൻ ആർക്കും ധൈര്യമില്ല. ആക്രമിക്കപ്പെടും. കാരണം ഇവര് 5 വെട്ടിക്കൊന്നല്ലേ. അപ്പം അതില് മുസ്ലിംസിന്റെ പേരിലാണല്ലോ ചാർജ്. ഇവരൊന്നും ചെയ്തല്ലെങ്കിലും പിന്നെ നമ്മളൊരു ക്യാമ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ വലിയ ശ്രമം നടത്തി. ഒരു സ്ഥലമൊക്കെ പോയി ചോദിച്ച് തിരക്ക് തരാറിയും. പിന്നെ എന്തിനാന്നല്ല നമുക്ക് ചെറിയൊരു ആവശ്യമുണ്ട്, പറ്റില്ല എന്ന് പറഞ്ഞു. എത്ര സ്ഥലം തന്നെ ഞങ്ങൾ ചാരിയത്തല്ല ഒരുപാട് സ്ഥലം പറഞ്ഞ് സെറ്റിലാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഒരു മറിക്കളും. ഇതാന്ന് പറഞ്ഞാല് ആദ്യം നമ്മൾ ചോദിച്ചു ആയിക്കോട്ടെ എന്ന് പറയും. പക്ഷെ ഇതോ അറിയും പോലും വല്ല മാറും. അങ്ങനെ പിന്നെ നമ്മളെ അവിടെ ചാരിയത്ത് നമ്മളെ 2 സഹാക്കള് അവരുടെ വീട് ഒഴിഞ്ഞിട്ടാണ് അവിടെ ക്യാമ്പ് തുടങ്ങിയത്. ഒരു അരിക്കോയ, ഒരു പിന്നെ വേറൊരു രണ്ടാമത്തെ കലാപം കഴിഞ്ഞപ്പോഴേ. രണ്ടാമത്തെ കലാപത്തിലാണ് ഇതൊക്കെ വന്നത്. പിന്നെ അതിന്റെ ഒരു കൗണ്ടർ റിയാക്ഷൻ കേരളത്തിലാകെ ഉണ്ടായല്ലോ. അവിടെ ഇങ്ങനെയാണ് RSS അത്ര സ്വാധീനം ആ മേഖലയിൽ ഉണ്ടാകുന്നത്. RSS അവിടെ നിന്ന് അവര് പുറമേ ആൾക്കാരെല്ലാം വന്നിട്ട് അവിടെ ക്യാമ്പ് ചെയ്തിട്ട് അവരെ സഹായിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പിണറായിയുടെ അവിടേക്കുള്ള ഒരു യാത്രയൊക്കെ അത് ഞങ്ങളെ കണ്ടായിരുന്നു. എന്തായിരുന്നു? അതിവര് പിന്നെ അന്ന് ഇവര് വിലക്കി, മറ്റേ മുന്നാരിക്കുട്ടി ഇവരൊക്കെ മുന്നീറൊക്കെ വരുന്നത് ഒരു വിലക്കിയായിരുന്നു. പിന്നെ അങ്ങനെ ഒരു ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു ഇവരുടെ. അപ്പം പിന്നെ പിണറായി വന്നപ്പോ ഇവര് കുറച്ച് എതിർപ്പൊക്കെ കാണിച്ചു. അവര് RSSകാര് ഒരു വീട്ടിൽ കയറിയപ്പോ ഒരു കയറണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങള് മരിച്ച വീട്ടിൽ വന്നതാണ്. ഞങ്ങള് RSSന്റെ ഓഫീസിലേക്കല്ല വന്നത് എന്ന് പറഞ്ഞ പിണറായി. അപ്പൊ നിങ്ങൾക്കെതിരെ അങ്ങനെ ഒരു നിലപാട് RSS അവിടെ എടുത്തില്ലേ? നിങ്ങൾ VKC മുഹമ്മദ് കോയയാണ്. അല്ല, അത് പിണറായിയല്ല അന്നത്തെ ചാമ്പ്യൻ. പിന്നെ VS വന്നിരുന്നു. ഞാൻ എല്ലാ സമയത്തും ഉണ്ടായിരുന്നു. ഇവരൊക്കെ വന്നപ്പോ ഞാൻ ഉണ്ടായിരുന്നു. അല്ലപ്പം ഇവിടെ കലാപം നടന്നപ്പോ തന്നെ RSS അങ്ങനെ ഒരു ക്യാമ്പയിൻ നിങ്ങൾക്കെതിരെ കൊണ്ടുവന്നില്ലേ? അല്ല, അങ്ങനെ കൊണ്ടുവരേണ്ട ആവശ്യം വന്നിട്ടില്ല. നിങ്ങൾ ശക്തമായിട്ട് തന്നെ നിന്നു എന്നുള്ള തോന്നൽ അവർക്ക് ഉണ്ടായിട്ടില്ല. നിന്നിട്ടില്ല. നമ്മളതിനൊരു പിന്നെ ആരെങ്കിലും ഒരു ഭാഗം മതപരമായിട്ടുള്ള ഒരു ചിന്ത നമുക്കില്ലാത്തതുകൊണ്ട്. അതല്ല എങ്ങനെയായാലും മുസ്ലിം പേരാണല്ലോ. മുസ്ലിം പേരായതുകൊണ്ട് അതിൽ പല ആളും പെട്ടിക്കുന്നു. അവിടെ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന പേരെ നമ്മുടെ സഹാക്കളൊക്കെ കുറെ ആൾക്കാർ ഒരു അങ്ങനെ
മാർക്ക് ചെയ്തിരിക്കുന്നു. പക്ഷെ എന്നെ മാർക്ക് ചെയ്തില്ല എന്നാറുള്ള. ആ അതെ അതെ, അത് ആരൊക്കെയാ മാർക്ക് ചെയ്തത് അങ്ങനെ അത് അത്തരത്തില്? വീരാങ്കോയ അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് വീരാങ്കോയനെ വീരാങ്കോയനെ മാർക്ക് ചെയ്തു. പിന്നെ അതിൻ്റെ അപ്പുറം വേറൊരു അസനൊക്കെ ഉണ്ടായിനി. അയാൾ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും ബ്ലോക്ക് പ്രസിഡന്റൊക്കെ ആയിരുന്നു. അയാളിപ്പോൾ അയാൾ മരിച്ചുപോയി. അയാളെ മാർക്ക് ചെയ്തു. അവരൊക്കെ ഇങ്ങനെ ഈ ഇതിന്റെ മുസ്ലിം സഹായിക്കുന്ന അതിന്റെ ആളുകളായിട്ട് മാർക്ക് ചെയ്തു. അങ്ങനെ അവര് പറഞ്ഞത് പിന്നെ പാർട്ടിക്കാരായിട്ടോ? അവരൊക്കെ അതെ, അവര് പിന്നെ അവരെ അതിനെ അവരെ ആക്രമിക്കാനൊക്കെ ഒരുപാട് ആക്രമണ ശ്രമമൊക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെ രക്ഷപ്പെട്ടാണ്. പിന്നെ ഒരു കേസ് ഉണ്ടായിരുന്നു അവിടെ. കേസിൽ വീരാങ്കോനെ പ്രതിയാക്കി. ഒരു ബോംബെറിഞ്ഞ കേസ്. അവനല്ല ശരിക്കും, അവനതിന് പ്രതിയല്ല. പക്ഷെ അവർ പ്രതികളാക്കി. ആ കേസൊക്കെ അങ്ങനെ കേസൊക്കെ നടന്നിരുന്നു. അപ്പൊ പാർട്ടി നിലപാട് എന്താ അവർക്ക് അനുകൂലമായിട്ട് എടുത്ത്? പാർട്ടി അവിടെ അതൊക്കെ ലോക്കലായിട്ട് നമ്മളിപ്പം പ്രത്യേകിച്ച് അതിനൊന്നും ചേരില്ല. അവിടെ ലോക്കലായിട്ട് ആളുകൾ സഹായിച്ചിട്ട് നേരിടുക എന്നുള്ള നിലയിലാണ്. നമുക്ക് അറിയുന്ന കാര്യങ്ങളാണല്ലോ. ഓക്കെ. അത് കഴിഞ്ഞ് പിന്നെ MLA 5 വർഷം കഴിഞ്ഞപ്പോ അത് നിർത്തി. അല്ല, അന്ന് പിന്നെ അത് പിന്നെ ഇവര് പിന്നെ ശക്തിയായിട്ട് നിന്നിരുന്നു. പിന്നെ അവര് എന്തോ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് ഒക്കെ സോൾവ് ചെയ്തു. രണ്ടുകൂട്ടരും ഒക്കെ പൈസന്റെ അപ്പൊ കൈമാറല്ലേ? ആണെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ വലിയ പക്ഷെ അതന്നെയല്ല ഒരു കണക്കിന് നല്ലത്. വലിയ എമൗണ്ട് പിന്നെ ഒരു കുട്ടിയൊക്കെ മുൻകൈ എടുത്തിട്ട് കൊണ്ടുവന്ന് അവരെ പ്രധാനപ്പെട്ട ആളുകൾക്കായിട്ട് സംസാരിച്ച് അങ്ങനെ ഒരു തീർപ്പുണ്ടാക്കിയതാണെന്നാണ് നമ്മൾ അതൊരു മനസ്സിലാക്കുന്നത്. കണക്കിന് നല്ലതല്ലേ? അതൊരു കണക്കിന് നല്ലതല്ലേ? ആയിക്കോട്ടെ, എന്തായാലും അത് അടങ്ങി എന്നുള്ള എല്ലാവർക്കും അതിന് മുന്നേ പ്രശ്നം ഉണ്ടായില്ല. പക്ഷെ മാറാട് പൂർണ്ണമായിട്ട് മുസ്ലിം ഇല്ലാത്തൊരു സ്ഥലം. ഇപ്പോഴൊക്കെ തിരിച്ചു വരാൻ പുറപ്പെട്ട കുറെ ആൾക്കാർ. പക്ഷെ അവര് നല്ല വീടുകളൊക്കെ വിറ്റുപോയി. ചെറിയ പൈസ. ചില വിഷയം ഈ കലാപത്തിന്റെ ആത്യന്തികമായ ദുരന്തം ശരിക്കും സാധാരണക്കാരായ മുസ്ലിങ്ങൾ അനുഭവിച്ചു അല്ലേ? അതിപ്പോ എവിടെ ഇതെങ്ങനെ വരിക? ഇപ്പൊ കുറച്ച് ആളുകൾ ഉണ്ടാക്കുന്ന കുഴപ്പം അതിന്റെ അനന്തരഫലം ആ വിഭാഗമാണല്ലോ. ഇപ്പൊ നമ്മളിപ്പോ പിന്നെ ഈ ഇവിടെ ഈ പഞ്ചാബിലെ പിന്ദ്രപാല ഉണ്ടാക്കിയ കുഴപ്പത്തിന് ആരൊക്കെയാണ് അനുഭവിച്ചത്? ആ സമുദായം മുഴുവൻ അനുഭവിച്ചില്ല. ഇപ്പൊ നമ്മൾ പഴയ കാലത്തൊക്കെ ഇവിടെ സിഖുകാരൊക്കെ സിംഗുകൾ വരുമ്പം അവർ ഭയങ്കര രാജാക്കന്മാരായിട്ടില്ല വരല്. അത് കഴിഞ്ഞ ദിവസം ഒരു തലഹത്യ നടക്കുന്നത്. അവരൊക്കെ ഒരു നിരപരാധികളായുള്ള അവരൊക്കെ ഇതിന്റെ ഇരകളായില്ലേ? ഇന്ത്യയിലാകെ അങ്ങനെയാണ്. അതെ, അത് ഏത് സമുദായം ചെയ്താലും ഈ സമുദായം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചെയ്യുന്നത് ഇപ്പൊ മുസ്ലിം ഭാഗത്തിൽ എല്ലാ മുസ്ലിമുകളും ഇപ്പൊ നടക്കണമല്ലോ. ഇതിനായിട്ട് കുറച്ച് ആളുകൾ ഉണ്ടാവും. ഇത് ഈ ചിന്തയും പ്രവൃത്തിയൊക്കെ നടക്കുന്ന ആൾക്കാരുണ്ട്. അവരല്ല ചെയ്യുന്നത്. അപ്പൊ അത് ചെയ്യുന്നതിന്റെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായുമ്പം അത് ഹിന്ദുക്കൾക്കാണ് കൂടുതൽ പരിക്ക് പറ്റുന്നെങ്കിൽ അതിന്റെ ദുരന്തം മുസ്ലിമുകൾ അനുഭവിക്കേണ്ടി വരും. തിരിച്ച് മുസ്ലിമിനാണ് പറ്റുന്നതെങ്കിൽ ഹിന്ദുക്കൾ അനുഭവിക്കേണ്ടി വരും. അതെന്തായാലും പിന്നെ അതിന്റെ ഒരു അനന്തരം ആണ്. അങ്ങനെയാണ്. ഈ MLA കഴിഞ്ഞ് പിന്നെ കരീംക വന്നു, എളമരം. അതെ അല്ലേ? പിന്നെ അപ്പം VKC രാഷ്ട്രീയ പ്രവർത്തനം എന്തായിരുന്നു? ബിസിനസ്സിൽ ശ്രദ്ധിച്ചോ? 10 കൊല്ലം കരീംക. നമ്മള് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ തന്നെ സജീവമായിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് ഏരിയ കമ്മിറ്റി എത്തിയിരുന്നു. ഏരിയ കമ്മിറ്റി അത് സജീവമായിട്ടുണ്ടായിരുന്നു. കരീംകന്റെ പിന്നെ കാലം കഴിഞ്ഞപ്പോ കരീംക പിന്നീട് വ്യവസായ മന്ത്രിയൊക്കെ ആയില്ലേ? അതെ, കരീംക വ്യവസായ മന്ത്രി നന്നായിട്ട് അന്ന് ഇവിടെ നമുക്ക് മണ്ഡലത്തിന് ഇപ്പം മറ്റേ നമ്മളെ ഏറെള്ളമായിട്ട് തന്നെ നമ്മളെ റിയാസിനെ തന്നെ മണ്ഡലത്തിന് ഒരുപാട് ഗുണം കിട്ടിയിരുന്നാണ്. അപ്പൊ ഹംസാക്കിനെ കൊണ്ട് കിട്ടി. നമ്മൾ 3 മന്ത്രിമാർ വന്നല്ലോ നമുക്ക്. ഹംസാക്ക് വന്നു, കരീം വന്നു, റിയാസ് വന്നു. അപ്പൊ അതൊക്കെ അതിന്റെ ഒക്കെ ഗുണം ഇവിടെ കിട്ടിയെന്നാണ്. പിന്നെ നമുക്ക് മണ്ഡലത്തില് ആദ്യം പിന്നെ ഞാൻ മത്സരിക്കുമ്പോൾ ഈ ഉളവണ്ണിയും കൂടി ബേപ്പൂർ മണ്ഡലമാണ്. കരീംക ആദ്യത്തെ മത്സരത്തിലും ഈ മണ്ഡലത്തിലാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ അത് ഇത് കുന്നമംഗലത്തേക്ക് മാറി. ഇപ്പൊ ഇത് കുന്നമംഗല. എന്ത് ദൂരമുണ്ട് കുന്നമംഗലത്തേക്ക്? കുന്നമംഗലം മണ്ഡലമാണ്. PT റഹീംഖാന്റെ മണ്ഡലമാണ്. ഇത് മാറ്റി അവിടുന്ന് അതിന്നൊരു മണ്ഡലം മാറ്റിയിട്ട് ഈ കുന്നമംഗലത്തേക്ക് ഇത് കൂട്ടിച്ചേർത്തു. കുന്നമംഗലത്തേക്ക് കൂട്ടിച്ചേർന്ന് പിന്നെ ബേപ്പൂര് ഇത് 6 പഞ്ചായത്തുള്ളത് 5 ആക്കിയിട്ട് ചുരുക്കി. ഇത് ആള് അധികം അതിനകത്തുണ്ട്. അതുകൊണ്ടായിരിക്കും. അപ്പോ ഈ കരീംഖാന്റെ മത്സരകാലത്തല്ലേ പിന്നെ മേയറായി മത്സരിക്കണത്? അതിന്റെ ഇടയിലല്ലേ മേയറായത്? കരീംഖാന്റേത് കഴിയുന്നതിന്റെ മുമ്പാണല്ലോ. മുമ്പാണ്. അപ്പം ഏത് വാർഡിലെ മത്സരിച്ച? ഇവിടെ? അത് ഇവിടെ അല്ല. അത് നമ്മൾ ഇത് കോർപ്പറേഷൻ അല്ലല്ലോ, പഞ്ചായത്ത്. അന്ന് പിന്നെ ഈ ഇതായിരുന്നു മറ്റേ അരീക്കാട് പുള്ളിശ്ശേരിക്കുന്നൊക്കെ പറഞ്ഞ ആ ഭാഗമായിരുന്നു. മത്സരിച്ച് ജയിച്ച്. അത് ഞാൻ ഇവിടുന്ന് പിന്നെ ഇവിടെ താമസിക്കുന്നു. ഞാൻ ബോട്ടൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് പിന്നെ ഭയങ്കര പ്രഷറോടെ അങ്ങോട്ട് മാറ്റി പാർട്ടി തീരുമാനം പറഞ്ഞു. അപ്പോ മേയറാവുന്ന ആദ്യം തീരുമാനിച്ചിരുന്നു. അങ്ങനെ അവര് തീരുമാനിച്ചാണല്ലോ. നഗരപിതാവായി. അവര് തീരുമാനിച്ചു. അപ്പോഴത്തെ അനുഭവങ്ങൾ എങ്ങനെ? അവൻ
അല്ല നന്നായിട്ട് അന്ന് നമ്മൾ ഞാൻ കുറച്ച് സമയത്ത് ഉണ്ടായിട്ടുള്ളൂ. കുറച്ച് സമയം കുറച്ച് സമയത്ത് നമുക്ക് ഒരുപാട് പിന്നെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. ചെയ്യാൻ പറ്റി. ആ സമയത്തിൻ്റെ അനുസരിച്ച് നോക്കുമ്പോൾ അതിനെക്കാളും വലുത് ചെയ്യാൻ പറ്റിയിരുന്നു. ഒരു മുസ്ലിം മേയർ എന്നുള്ള ഒരു കോഴിക്കോടിനെ ആ. ആദ്യമായി വന്ന് അയാളെ മാറ്റി പിന്നെ MLA ആക്കി എന്നുള്ള ഒരു സംസാരമൊക്കെ അല്ല, അതുണ്ട്. കോൺഗ്രസ് തന്നെ പറഞ്ഞത്. മുസ്ലിം അത് നേരത്തെ പിന്നെ ഒരു ബാവാജി ഉണ്ടായിരുന്നു ഉം. മേയർ മുമ്പ്. ഉം. മുമ്പ് ഒരു ബാവാജി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വന്നു. പക്ഷെ ഞാൻ എനിക്ക് അന്നെനിക്ക് നന്ന് ഭയങ്കര ഭാരം തോന്നിയിരുന്നു മേയർ പണിയോ? മേയർ പണി. അപ്പോൾ അതെന്തേ? അത് നമ്മൾ ഇടപെടുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ പണിയുള്ള ഭാഗമാണ് മേയർ. അത് ശരി. MLA-നെക്കാളും പണി. ഓ അത് ശരി. ഇത് പിന്നെ ആകെ ദിവസം എപ്പോഴും പ്രശ്നമാണ്, ഓരോ മണിക്കൂറിലും പ്രശ്നങ്ങളാണ്. ഉം, ഉം. പക്ഷെ അതൊന്നും അറിയാതെ നടക്കുന്ന പ്രശ്നമൊന്നുമില്ല. അത് എല്ലാത്തിലും ഇടപെടുന്ന ഒരാൾക്ക് അത് പ്രശ്നം. ഇടപെടുന്ന നമ്മളൊക്കെ ശീലിച്ചുകൊണ്ട് ഉം. നമുക്കെല്ലാം വലിയ പണിയാ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അങ്ങനെ അന്നിങ്ങനെ മാറണം എന്ന് പറഞ്ഞപ്പോ എനിക്ക് സന്തോഷമായി. മാറണം എന്ന് പറഞ്ഞപ്പോ ശരിക്ക് അതിലൊരു അതൃപ്തി ഒന്നും ഉണ്ടായില്ല. ഇല്ല ഇല്ല MLA. പക്ഷെ MLA ആക്കും മന്ത്രിയാകും എന്ന് വിചാരിച്ചിരുന്നോ? ഇല്ല, അങ്ങനെ ഒരു ചിന്തക്ക് വഴിയില്ല. കാരണം നമ്മളെ പാർട്ടിയിൽ മന്ത്രി ആരാകുന്ന നമുക്കറിയാലോ. പക്ഷെ എന്നാലും നമുക്ക് VKC-ക്ക് ഇല്ല, അങ്ങനെ ഇല്ല. എനിക്ക് പാർട്ടിയെ പറ്റി അറിയുന്നതാണ്, എനിക്ക് എന്നെ പറ്റി അറിയുന്നതാണ്, ബാക്കിയുള്ള കാര്യം അറിയുന്നതാണ്. അതുകൊണ്ട് എനിക്കിപ്പോ അങ്ങനെ ഒരു ചിന്ത വരില്ല. ആഗ്രഹിച്ചിരുന്നോ? അത് അങ്ങനെ ആഗ്രഹിക്കാൻ തന്നെ ചാൻസ് ഇല്ല അവിടെ. ആ. കാരണം നമ്മളെ ഒരു പാർട്ടിന്റെ സ്വഭാവം എനിക്കറിയാലോ. ഉം. പിന്നെ നമ്മൾ ആരാന്ന് പിന്നെ VKC ആരാന്ന് VKC നമുക്ക് അറിയാലോ. ഞാൻ അതാണല്ലോ എനിക്ക് എൻ്റെ ഒരു ആകെയുള്ള ഒരു ഞാൻ ആരാന്ന് എനിക്ക് അറിയാന്നുള്ളതാണ്. അപ്പൊ അതല്ല, അത് വലിയൊരു സാധ്യത. ഒന്ന് ഇത്ര വലിയ വ്യവസായി സ്വാഭാവികമായിട്ടും മന്ത്രി അങ്ങനെ വ്യവസായിയായി എന്നൊക്കെ കരുതുമ്പോഴാണ് ഈ കുഴപ്പമുണ്ടാവുന്നത്. നമ്മളിപ്പോ അതിന് മാത്രം ഇല്ല എന്നുള്ള തോന്നൽ ഒരിക്കലുണ്ടായാലും കുഴപ്പമില്ല. അതുകൊണ്ട് ഇപ്പൊ ഒരു കുഴപ്പമില്ല. അങ്ങനെ ആണെന്ന് തോന്നുന്നു. ഞാനിങ്ങനെ അതിനൊക്കെ പറ്റുന്ന ആളാണെന്ന് നമുക്ക് തന്നെ തോന്നാൻ പുറപ്പെട്ടാലാണ് കുഴപ്പമുണ്ടാവുന്നത്. മന്ത്രിയാകാൻ VKC-ക്ക് പറ്റുമെന്ന് VKC-ക്ക് തോന്നിയില്ല. ഇല്ല, തോന്നിയിട്ടില്ല. മേയർ സ്ഥാനം രാജിവെച്ചതിലും പ്രശ്നം തോന്നിയിട്ടില്ല. ഇല്ല, മേധാവി ഞാൻ വളരെ സന്തോഷവാനാണ്. കാരണം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ അവിടെ. പിന്നെ ഈ ആളുകൾ അവിടെ ഒരുപാട് പ്രശ്നങ്ങളാണ്, നിരവധി പ്രശ്നങ്ങളാണ്. ഭയങ്കര പിന്നെ അഴിമതിയും പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പൊ അവിടെ ജീവനക്കാരുടെ ഭാഗത്തു നിന്നൊക്കെ ഭയങ്കര പലതരം പ്രശ്നങ്ങളും ഇങ്ങനെ ഈ വലിയ കള്ളത്തരവും അഴിമതിയാണ് ഈ കോർപ്പറേഷനിൽ. അപ്പൊ അത് ജീവനക്കാർ തന്നെയാണ് അവിടത്തെ. നഗരത്തിന്റെ മര്യാദക്കാർ വന്നാൽ ഒന്നെ അവർ ശരിയായിക്കോളും. അപ്പൊ ഒരു ഉണ്ടായിരിക്കും അഴിമതിക്കാർ. അതില് എന്തൊക്കെ നിലപാടാണ് അന്ന് എടുത്തത്? അല്ല, അന്ന് നമ്മളെ അറിയപ്പെടുന്നതൊക്കെ നമ്മൾ ഇത് ചെയ്തു. 1 അങ്ങനെ കേസുകളൊക്കെ നമുക്ക് ചെയ്തു. പിന്നെ പഴയ കുറെ പിന്നെ നടക്കാത്ത കാര്യങ്ങളുണ്ടായി, അതൊക്കെ നമ്മൾ അത് നടത്തി. നമ്മളെ പിന്നെ ഇതുണ്ടല്ലോ കൊല്ലത്തങ്കട ഫ്ലാറ്റിന്റെ പണിയൊക്കെ, അതൊക്കെ എന്നോ അഗ്രിമെന്റ് ആയിട്ട് ഒരു കുറെ വർഷങ്ങളായിട്ട് അങ്ങനെ അടങ്ങിക്കിടക്കുകയായിരുന്നു. നമ്മളെ ബംഗ്ലാദേശ് കോളനി ഫ്ലാറ്റോ? അല്ല, കല്ലുത്താങ്കടവും. അതൊക്കെ അതൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്യിച്ചത് ഞാനുള്ള ചെറിയ സമയം കൊണ്ടാണ്. അതൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അന്ന് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതൊക്കെ കുറച്ച് സമയമല്ലേ ഉള്ളൂ. ആ സമയത്തിന്റെ പറ്റുന്നൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ആകണമെന്ന് രാഷ്ട്രീയത്തില്? ഇനി ആവാൻ കഴിയില്ല. വയസ്സുങ്ങൾക്ക് അതിന് മാത്രമൊന്നും ആയിട്ടില്ല. അത് നിങ്ങളിപ്പോ എങ്ങാണുള്ളത്. അല്ല, ഇനി ആവാൻ ഉള്ള ആഗ്രഹമാകുമ്പോഴാണ് ഈ കുഴപ്പമാകുന്നത്. ഇനി അതിനുള്ള ആഗ്രഹമില്ല. കാരണം അത് കഴിയില്ല, അതിനുള്ള സമയം കഴിഞ്ഞു. നമുക്ക് തന്നെ ആവണ്ടേ. അല്ല, അതിനിപ്പോ ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ അല്ല, അതുമായിട്ട് നിങ്ങളെ മരിച്ച ആൾക്കാരൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇതിനെ പറ്റി എനിക്കറിയാലോ. അപ്പൊ നമ്മളൊരു ഏകദേശം കഥ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനിയിപ്പോ 2 കാര്യമാണ്. ഒന്ന്, VKC എന്ന് പറയുന്ന വ്യവസായിയും VKC എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനും 2 ധ്രുവങ്ങളാണ്. കാരണം ഒന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഇത്ര വലിയൊരു വ്യവസായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മിറ്റികളിൽ പ്രവർത്തിച്ചത് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ VKC മാത്രമായിരിക്കും. എന്നാലും ഞാൻ ഒരു ഇത് പറയണം, അതിശയോക്തിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ബംഗാളിൽ അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ കേരളത്തിൽ എന്തായാലും VKC ആണ്. പക്ഷെ ഒരിക്കലും വിവാദത്തിൽ പെടാതിരിക്കുക, ഒരിക്കലും എന്തെങ്കിലും പബ്ലിക് ഓഡിറ്റിങ്ങിന് അല്ലെങ്കിൽ പബ്ലിക് എന്താണ് അതിന്റെ മാജിക്? മാജിക്കൊന്നുമില്ല. നമ്മൾ വളരെ കൃത്യമായിട്ടാണ് നമ്മൾ പിന്നെ ഒരു അനർഹമായിട്ട് ഒരു പ്രവൃത്തിയിൽ ഇടപെടാറില്ല. ഒരിടപെടാറില്ല.
സത്യസന്ധമായ ജീവിതം. അതെ, അനർഹമായിട്ട് നമ്മൾ പിന്നെ നമ്മുടെ ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് ഒരു കാര്യം നടത്താറില്ല. നടത്താറില്ല. വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. സ്വന്തമായിട്ട് മറ്റാളുകൾക്ക് വേണ്ടി നമ്മൾ ചെയ്യും. നമുക്ക് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി. സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങനെ ഒരു വാചകം ഇതുവരെ ഉപയോഗിക്കേണ്ടി വന്നില്ല. നമ്മൾ നിയമപ്രകാരം നടത്തുന്നുള്ളൂ. എല്ലാം ചെയ്തു. അത് ഇപ്പം ഈ ഇത്ര രാഷ്ട്രീയ സ്വാധീനങ്ങൾ ഉണ്ടായത് കൊണ്ട് VKCയുടെ കച്ചവടത്തിന്, വ്യവസായത്തിന് എന്തെങ്കിലും ഗുണം കിട്ടിയോ ദോഷം കിട്ടിയോ? നമ്മളിപ്പോ പിന്നെ ഈ പൊതുവെ നമ്മൾ ഇതിലൊക്കെ ഉള്ളത് കൊണ്ട് ഇപ്പൊ എന്തെങ്കിലും നമ്മളൊരു വിഷയമായിട്ടൊക്കെ ചെല്ലുമ്പോൾ ആൾക്കാർ നമ്മൾ അവഗണിക്കില്ല. അങ്ങനെ ഒരു പിന്നെ ഒരു സൗകര്യം അങ്ങനെ ഒരു കാര്യം വേണമെങ്കിൽ നമുക്ക് ഒരു പ്ലസ് ആയിട്ടുണ്ടെന്ന് പറയാം. മൈനസോ? മൈനസ് ഒരുപാടുണ്ട്. മൈനസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാധാരണ കമ്പനിക്കാരൻ സാധാരണ വ്യവസായം ചെയ്യുന്ന മാതിരിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ വളരെ സൂക്ഷിച്ച് അതിനെ നമ്മളെ പണി കൊണ്ട് മാറ്റിയെ ബാധിക്കാതെ നോക്കണമല്ലോ. അതെല്ലാ കാലത്തും VKC ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലേ? VKCയുടെ ഒരു സ്വപ്ന പദ്ധതി ഇല്ലായിരുന്നു. അപ്പം ആ MLA ആയിരുന്നു അവിടെ ചോദിക്കേണ്ട ചോദ്യമാണ്. നമ്മളെ അഴിമുഖത്ത് ഉള്ളിലൂടെ ഒരു പാലം, അപ്പൊ അതെന്തായിരുന്നു? അതൊന്ന് വിശദീകരിക്കും. അന്ന് പിന്നെ ഡിപ്പാർട്ട്മെന്റും ഗവൺമെന്റും ഒന്നും അംഗീകരിച്ചില്ല. ഇപ്പൊ റിയാസിനോട് പറഞ്ഞോട് മരാമത്ത് മന്ത്രിയാണ്, നോക്കട്ടെ. എന്നാലും ആ പ്രോജക്റ്റ് എന്താവുന്ന ആളുകൾ നല്ല പ്രോജക്റ്റ് എന്താണ് അത്? ഒന്ന് വിശദീകരിക്കും. അത് നമ്മള് ഇപ്പൊ പിന്നെ ഈ ബേപ്പൂര് അവിടെ പിന്നെ ഈ പിന്നെ ഇത് വരുന്നുണ്ടല്ലോ, ഒരു കടലോര ഹൈവേ, തീരദേശ ഹൈവേക്ക് നമ്മൾ ചുറ്റി വളഞ്ഞൊക്കെ വരണം. തീരദേശ ഇപ്പൊ നമ്മള് കരുന്തിരുത്തി കടവ് കടന്നിട്ട് നമ്മള് പിന്നെ കരുന്തിരുത്തി നിന്ന് പിന്നെ നമ്മൾ മറ്റേ BC റോഡിലേക്ക് കയറണം. BC റോഡിൽ കയറിയിട്ട് വേണം ബേപ്പൂരെ കണക്ട് ചെയ്യാൻ മറ്റേ പിന്നെ തീരദേശത്തേക്ക്. ഇത് നേരെ അവിടുന്ന് തീരദേശ റോഡ് കടലുവണ്ടിയിൽ നിന്ന് വരുന്ന അതേ റോഡിൽ നിന്ന് നമ്മൾ പിന്നെ ഭൂമി തുറന്നിട്ട് പിന്നെ ഉണ്ടാക്കിയിട്ട് പോവാം. ഉണ്ടാക്കിയിട്ട് പോയി കഴിഞ്ഞാൽ കടലിന്റെ അല്ല പുഴന്റെ അടി കൂടി. അത് എവിടെയാണ് VKC കണ്ടത്? അതിപ്പോ നമ്മൾ ഒന്ന് കണ്ടത് പിന്നെ ബേപ്പൂരിന്റെ ഭാഗം ഉണ്ടല്ലോ, ബേപ്പൂരിന്റെ ഭാഗം കുറച്ച് ഉള്ളോട്ട് എടുത്തിട്ട് പിന്നെ ഈ പോർട്ടിലേക്ക് പോവാതെ മറ്റേ റോഡുണ്ടല്ലോ, ചിങ്കാറൊക്കെ വരുന്നത്, ആ ഭാഗത്തൂടെ വന്നിട്ട് പിന്നെ അടിക്കൂടി പോവല്ലേ, ഇവിടെ പോലെ. എവിടുന്ന ഈ മോഡൽ കിട്ടിയത് VKC? അല്ല, അത് നമ്മൾ പിന്നെ ഒരു എഞ്ചിനീയർ, പിന്നെ ഈ ഇറിഗേഷന്റെ ഉള്ള ഒരു എഞ്ചിനീയർ കണ്ടത് പ്ലാൻ ചെയ്ത് അയാളാണ് ഇപ്പൊക്കെ ശരിയായി തന്നത്. എന്നിട്ട് അത് അന്ന് മിനിസ്ട്രിക്ക് സമർപ്പിച്ചിരുന്നോ? എത്ര കോടി രൂപയാവും അതിങ്ങനെ ആ പ്രോജക്റ്റിന്? എത്ര കോടി എസ്റ്റിമേറ്റഡ്? അത് അന്നവർ കണ്ടത് 500 കോടിന് താഴെയാണ് അന്ന്. അപ്പൊ അത്രയും പണം ചിലവാക്കണ്ടെന്നുള്ള. അത് മാത്രല്ല, ഇവർ നമ്മളെ എഞ്ചിനീയർമാരൊന്നും അതിലേക്ക് അടുക്കുന്നില്ല. അറിയാത്തൊരു മേഖല. അവര് അടുക്കുന്നില്ല, അതൊന്നും നമ്മൾ ചർച്ച ചെയ്യാൻ പോലും തയ്യാറായില്ല. ഇപ്പൊ ഈ വ്യവസായി എന്നുള്ള ആൾക്ക് ലോകത്തെ ഇവിടെയൊക്കെ പോയിണേ. അതിങ്ങനെ നമ്മളിപ്പം കാര്യമായിട്ട് നമുക്ക് കണക്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് പോയത്. നമുക്ക് പിന്നെ ഈ നമ്മൾ ഈ ഓർഡർ എന്നുള്ള ഈ ദുബായ്, ഇതുപോലത്തെ സ്ഥലങ്ങൾ, സിംഗപ്പൂര്, ഈ മലേഷ്യ, മറ്റേ ശ്രീലങ്ക, പിന്നെ വിയറ്റ്നാം, കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെയുള്ള പ്രദേശങ്ങൾ. പിന്നെ അത് കഴിഞ്ഞാൽ ചൈന, ഹോങ്കോങ്, പിന്നെ ബാങ്കോക്ക്, തായ്വാൻ, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നമുക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളാണ്. പിന്നെ ഇറ്റലി, ജർമ്മനി ഒക്കെ നമ്മളെ വ്യവസായ ആവശ്യമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന. അവിടെയൊക്കെ പോയി മോഡലുകൾ പഠിക്കുമോ? മോഡലിൽ അവിടെ അന്ന് ഈ ഇറ്റലി ആയിരുന്നു പുതിയ പിന്നെ ഈ കുട്ടുകാരൻ്റെ പുതിയ മെഷീനറിയും അതിൻ്റെ ഡിസൈനും ഒക്കെ തന്നെ ഇറ്റലി ആയിരുന്നു അതിൻ്റെ പ്രധാന മോഡൽ. ഇന്നിപ്പോൾ അതൊക്കെ മാറി, കാരണം അവിടെ കോസ്റ്റ്ലി ആയിപ്പോയി. അപ്പം അതുകൊണ്ട് അതൊക്കെ ഇപ്പം പല തായ്വാനിലേക്ക് വന്നു, പിന്നെ ചൈനയിലേക്ക് വന്നു, ഇപ്പം ഇറാനിലൊക്കെയാണ്. കാരണം ഏറ്റവും ലേബർ കോസ്റ്റ് കുറഞ്ഞിടത്തേക്ക് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇപ്പം അത് ചൈനയിൽ നിന്ന് തന്നെ പോളിച്ച് പോകാൻ പുറപ്പെട്ടു. ചൈനയെ കുറച്ച് പഴയതിനേക്കാളും കുറച്ച് ഇറാനിലുണ്ടെന്നാ പറയുന്നത്. ഇറാനിൽ അത് ബഡ് ചെയ്ത് വരുന്നത് ഇപ്പൊ കുറച്ചങ്ങനെ അവിടെ തുടങ്ങിയിട്ടുണ്ട്. അതെ, ഇതേ കമ്പനി തന്നെ അതൊക്കെ. ഇതൊക്കെ ഇറ്റലിയുമായി ബന്ധമുള്ള കമ്പനികൾ തന്നെ. ഇറ്റലി അവിടുത്തെ ഇതാണ്. പിന്നെ ഈ മോൾഡൊക്കെ ചെയ്യാൻ ഇപ്പൊ ഇന്ത്യയിൽ പിന്നെ ഈ ചൈനന്റെ അത്ര നമ്മൾ വളർന്നില്ല. ഈ മോൾഡ് നമുക്കിപ്പോൾ ഒരു മെഷീനിൽ തന്നെ 10-100 പിന്നെ മോൾഡ് വേണം.
ഇപ്പം ഇവിടെ ഇപ്പം നമ്മൾ മോൾഡ് ഉണ്ടാക്കാൻ കൊടുത്താൽ ഒരു 2 മോൾഡ് കൊടുത്താൽ ഒരു 3 മാസം 4 മാസം കിടക്കും. അവിടെ നമ്മൾ 50 മോൾഡ് കൊടുത്താലും അവർ ഒക്കെ അവർ നൂറുകണക്കിന് ആൾക്കാർ ഇങ്ങനെ ഇരിക്കുകയാണ് ഡിസൈൻ മറ്റത്തൊക്കെ ആയിട്ട്. അതേമാതിരി തന്നെ മെഷീൻ CNC മെഷീൻ 50 മെഷീനൊക്കെ ഉണ്ടാവും. വലിയ വലിയ കമ്പനികളാണൊക്കെ. നമ്മളിവിടെ അങ്ങനത്തെ ഒരു കമ്പനി ഇല്ല ഇന്ത്യയിൽ. ഇവിടെ നമ്മൾ കമ്പനി ഉണ്ട് 2, 3, 4, 5 മെഷീനൊക്കെ ഉണ്ടാവുള്ളൂ. അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കാര്യം നടക്കും. അപ്പം അതുകൊണ്ട് കമ്പനി ഇന്ത്യയിലുള്ള കമ്പനിയൊക്കെ അവിടെ പോയിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ ഇന്ത്യയിൽ ആ ഒരു വ്യവസായം അങ്ങനെ വളർന്നു വരുന്നില്ല. ഈ ഒരു ടൈപ്പ് വ്യവസായം വളർന്നും അവിടെ നിന്ന് അവർക്ക് അവിടെ അതല്ല, അവിടെ ധാരാളം അങ്ങ് ഉണ്ടാക്കുന്നുണ്ട്. അവിടെ അവിടെ അതിന് അവിടെ എന്താ പറഞ്ഞൂടാ, അവിടെ ഒരു വലിയ ധാരാളം അവിടെയാണ് വരുന്നത് പുതിയ മോഡലുകളൊക്കെ. അതിനെന്തോ സൗകര്യം ഉണ്ട് അവിടെ. സാധാവുന്ന ചൈനയിലെ അനുഭവങ്ങൾ എന്തൊക്കെ? ചൈന ഭയങ്കര ചൈനയിൽ ഇപ്പം എന്താ പറഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ നമ്മൾ പുറത്തു പോയിട്ട് കാണുമ്പോൾ അവിടെ ഈ ചൈന എന്നുള്ള നിലയിലുള്ളൊരു വ്യത്യാസം നമുക്ക് കാണാനുള്ളത് അവിടെ ആണും പെണ്ണും ഒക്കെ അന്നേരം പണിയെടുക്കുന്നു. എല്ലാവർക്കും അവിടെ പിന്നെ ഈ ആണ് പെണ്ണ് വ്യത്യാസമൊന്നും ഇല്ലാണ്ട് എല്ലാവരും ജോലി പ്രവേശിക്കുന്നു, ജോലി ചെയ്യുന്നു. പിന്നെ അവിടെ ജോലിയൊക്കെ നമ്മൾ ഇവിടുത്തെ തണുത്ത ജോലിയല്ല, ഭയങ്കര സ്പീഡാണ് ആളുകളൊക്കെ ഈ ജോലി ചെയ്യുന്നത്. നമ്മളിവിടെ അവിടെ 3 ആൾ ചെയ്യുന്ന ജോലി നമുക്ക് ഇവിടെ 15 ആളുടെ ചെയ്യാൻ കഴിയൂല. അത്ര സ്പീഡാണ് ജോലിയിൽ. അവരങ്ങനെയാണ് ജോലി എടുത്ത് പഠിക്കുന്നത് തന്നെ. അവരങ്ങനെ ട്രെയിൻ ചെയ്യുന്നത് ചെറുപ്പം മുതലേ അങ്ങനത്തെ ഓറിയന്റേഷൻ. പക്ഷെ അവിടെ ഇപ്പൊ ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമാണല്ലോ അത്. അങ്ങനെ ആലോചന നടത്തിയിട്ടുണ്ട് അവിടെ പോയപ്പോ? അവിടെ അത്രയും നമുക്ക് അങ്ങനെ പഠിക്കാൻ പറ്റിയില്ല. അവിടെ അവിടെ എന്താ വെച്ചാൽ ഒരു പിന്നെ എല്ലാവർക്കും ജോലിയുണ്ട്. പിന്നെ നമ്മളിവിടുത്തെ മാതിരി സിംഗിൾ വലിയ വീടൊന്നും അവിടെ അത്ര കണ്ടില്ല. അവിടെ അതൊക്കെ ഫ്ലാറ്റുകളാണ്. ഓരോ മേഖലയിൽ ഫ്ലാറ്റുകളാണ് ആളുകളൊക്കെ താമസിക്കുന്നത്. ഒരു മേഖലയിൽ ഇങ്ങനെ പല ടൈപ്പ് ഫ്ലാറ്റും കാര്യമൊക്കെ ഉണ്ട്. അതിൽ ഒന്നായിട്ട് ആളുകൾ താമസിക്കുന്നത്. ബാക്കി കൃഷി സ്ഥലം മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നത്. അവിടെ ഈ മതസ്വാതന്ത്ര്യം ഇല്ല എന്നൊക്കെ പറയണത്? അവിടെ മതം പിന്നെ സ്വാതന്ത്ര്യം ഉണ്ട്. അവിടെ പോകുന്നവർ പോകുന്നുണ്ട്, പള്ളിയിലൊക്കെ പോകുന്നുണ്ട്. പള്ളിയിലും ആ മൂല്യന്മാരൊക്കെ ഉണ്ട്. മൂല്യന്മാർ പോയി കണ്ടിരുന്നു? എവിടെ ഉയ്ഗൂറിൽ പോയ എവിടെ? സിൻജിയാങ്ങില് നമ്മൾ എന്താ സ്ഥലത്തിൻ്റെ പേര് ഞാൻ പോയിട്ടുണ്ട്. അവിടെ ഗോങ്ഷോ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഗോങ്ഷോ എന്ന് അവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട്. അവിടെ കുറെ സ്ഥലമുണ്ട്, എല്ലാ സ്ഥലത്തും ഞാൻ പോയില്ല. അവിടെ പള്ളി, അവിടുത്തെ മൂല്യന്മാരും ഓൽക്കൊക്കെ സാലറി കൊടുക്കണ ആരാണല്ലോ കമ്മിറ്റി ഉണ്ടോ? ഒരു കൗതുകം ഉണ്ടാവുമല്ലോ കാരണം ഇവിടെ പൊതുവെ അങ്ങനെ ഒരു ക്യാമ്പയിൻ ഉള്ളതുകൊണ്ട് ചോദിക്കാം. അതൊക്കെ എന്താ. പക്ഷെ അവിടെ എല്ലാ ആൾക്കാരും പിന്നെ അധികം ആളുകൾക്കും ഇങ്ങനെ ഒരു മതബോധമൊന്നും ഇല്ല. ഒരു മതവും ഒരു റിലീജിയൻ ഒരു അവിടെ പിന്നെ ഈ കുറച്ചുള്ളത് ഈ ഇതുണ്ടല്ലോ, ഈ ബുദ്ധന്മാരുടെ ഒരു അങ്ങനെ ഉള്ള ടൈപ്പ് ഉണ്ട്. അതൊരു പിന്നെ ഈ സിംഗപ്പൂര്, മലേഷ്യ, ഇപ്പൊ ശ്രീലങ്ക ഒക്കെ അത് കുറെ ഉണ്ടല്ലോ. ശ്രീലങ്കയിൽ ഇപ്പം സ്ഥാപനമില്ലേ? അവിടുന്ന് എവിടുക്കാ പോണ? ശ്രീലങ്ക അവിടെ തന്നെ ശ്രീലങ്കയിലുള്ള വിൽപ്പന. അതിപ്പോ ഈ നമ്മുടെ ഈ പറഞ്ഞ കാറ്റഗറി. പിന്നെ തായ്ലാൻഡിലൊക്കെ നമ്മൾ മെഷീനറിക്ക് വേണ്ടി ഇപ്പോൾ മെഷീനറിക്ക് സാധനം നമ്മൾ ചില സാധനമൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ചെയ്യാൻ പറ്റത്ത് അതൊക്കെ ചെയ്യുന്നുണ്ട്. അത് അങ്ങനെ ആവശ്യത്തിനൊക്കെ പോകുന്നതാണ്. മറ്റേത് ചൈനയിൽ പിന്നെ കുറച്ച് ഇതൊക്കെ കാണാൻ വേണ്ടി കുറച്ച് പോയിട്ടുണ്ട്. കാൻഡൻ ഫെയറിന് പോയിട്ടുണ്ട്. ഫുഡ് വെയറിന്റെ പേരിന് പോയിന്. പിന്നെ നമ്മൾ ഫുഡ് വെയറിന്റെ പേരിൽ ഞാൻ 2 തവണ പോയിന്ന്. പിന്നെ മറ്റേ ഈ ഇറ്റലി, അതേപോലെ പിന്നെ കാൻഡൻ ഫെയർ ഇവിടെ ജർമ്മനി അല്ലേ? അല്ല, കാൻഡൻ ഫെയർ ഇവിടെ ചൈന തന്നെ. ചൈനയിലെ അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ വേറെ ഇവിടെ ഒരു പിന്നെ ജർമ്മനിയിലൊരു ഫെയർ ഉണ്ടല്ലോ, അവിടെ ഒരു ഫെയർ ഉണ്ട്. അതിനെ പോയി. അതൊരു ഭയങ്കര വലിയ സംഭവമായി ബന്ധപ്പെട്ട് വേൾഡിലെ ഇപ്പം ഞങ്ങൾ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി വേൾഡിലെ ഫുട്വെയർ ഇൻഡസ്ട്രിയിലെ പുതിയ ട്രെൻഡ്സ് എന്താണ്, അതേപോലെ എന്താണ് ഫ്യൂച്ചർ? ഇപ്പൊ നമ്മൾ നേരത്തെ ഒക്കെ ഈ ഫുട്വെയറിന്റെ പുതിയ ഐറ്റൊക്കെ പിന്നെ ഈ ഇറ്റലി ആയിരുന്നു. ഡിസൈനും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ ആയിരുന്നു. ഇപ്പോഴും ഇതൊക്കെ മുന്നിൽ നിൽക്കുന്ന ചൈനയാണ്.
ചൈനയാണ്. ചൈന ചൈനയാണ് ഇത് ഇപ്പൊ എല്ലാ നിർമ്മാണ സാധനങ്ങളിലും. എല്ലാം ഉണ്ട്. എല്ലാ കാര്യത്തിലും അവരാണ് മുമ്പിൽ നിൽക്കുന്നത്. അപ്പം നമ്മൾ തന്നെ പല കാര്യങ്ങൾക്കും അവിടെ അവരെ ആശ്രയിക്കേണ്ടി വരുന്നുണ്ട്. ചൈനയെ ആശ്രയിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോ ഇന്ത്യയില് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഏ ചൈനയെ ഒഴിവാക്കി ലോകത്ത് ആർക്കും പോകാൻ കഴിയില്ല. അതെ അതെ. ഇപ്പൊ US താരിഫ് ഒക്കെ കുറച്ചു കൊടുത്തില്ലേ, വേറെ ഓരോ ഒന്നും ആദ്യം കുറച്ചേരത്ത് അമ്പത്ര കളിക്കെങ്കിലും പിന്നെ പിന്നെ ഓൽക്ക് വഴിക്ക് വരേണ്ടി വന്നല്ലോ. കാരണം സാധനം കിട്ടൂല, ഐഫോണൊന്നും പിന്നെ ഇറങ്ങൂല എന്നുള്ളൊരു സാഹചര്യം വന്ന്. അതെ. പിന്നെ ഇപ്പോ അത് കഴിഞ്ഞ് ഇപ്പൊ ഇതുവരെയുള്ള ഒരു ലൈഫ് എക്സ്പീരിയൻസ് എന്താണ് VKസിക്ക് കമ്മ്യൂണിസം? അങ്ങനെ ഉണ്ടോ? എന്താണ് കമ്മ്യൂണിസം? നിങ്ങളെ മനസ്സിലാക്കലിൽ അല്ല, എന്താണ്? നമ്മളിപ്പോ പിന്നെ ഈ കമ്മ്യൂണിസം നമ്മൾ അതിന്റെ ഇപ്പൊ എന്താണെന്നുള്ളത് പറ്റി അതിപ്പോ അല്ല, അതൊക്കെ അതിന്റെ നമ്മൾ പുസ്തകത്തിലെ ഡെഫിനിഷൻ അല്ല. അല്ലാത്ത VKs നിലയിൽ അല്ലാത്ത നിലയിൽ നമ്മൾ പിന്നെ പരമാവധി ഇന്ന് നമുക്കിപ്പം പിന്നെ ചെയ്യാൻ പറ്റുന്ന സമൂഹത്തിന് ചെയ്യാൻ പറ്റുന്ന പിന്നെ കാര്യങ്ങൾ പരമാവധി ചെയ്യാന്നുള്ളതാണ്. അത് നമ്മളങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്ക് നമ്മളെ ലെവലിനനുസരിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ആളുകളെ അങ്ങനല്ല. സഹായിക്കുന്ന ഇപ്പൊ എന്റെ ഒരു എന്ന് വെച്ചാൽ എന്താണ് കമ്മ്യൂണിസത്തെ കുറിച്ച് നിങ്ങൾക്കൊരു മനസ്സിലാക്കലുണ്ടാവും. ഇപ്പൊ ഞാൻ അതെ പറയുകയാണെങ്കിൽ എല്ലാവരും തുല്യരായ ഒരു സൊസൈറ്റി, അങ്ങനെ ഒരു അങ്ങനെയാണ് കൺസെപ്റ്റ്. പക്ഷെ അത് നമുക്കിപ്പോൾ ഉടനെ നമുക്ക് ആകാൻ പറ്റില്ലല്ലോ. സാധ്യമല്ലല്ലോ. അതെ. കൺസെപ്റ്റ് അതാണ്. ഉം. അത് അതിന് പ്രയാസമൊന്നുമില്ല. അത് നമ്മളിപ്പോൾ പരമാവധി ഇപ്പം നമുക്ക് മനുഷ്യരെ സഹായിക്കും. നമ്മളിപ്പം തന്നെ ഒരു പിന്നെ ഈ ആളുകളിപ്പം പിന്നെ ഈ എങ്ങനെയും പണം സമ്പാദിക്കുക എന്നുള്ള ഒരു നിലപാടുണ്ടല്ലോ. എന്ത് കച്ചറ കാട്ടി. എങ്ങനെയായാലും തിരക്കുള്ള പണം ഉണ്ടാക്കിയാൽ മതി എന്നുള്ള. അപ്പം അത് അതിനൊക്കെ നമുക്ക് കഴിയാവുന്ന തരത്തിൽ തന്നെ എതിർത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. മുന്നോട്ട് പോയിട്ടുള്ളത്. അതെ അതെ. പിന്നെ ഇപ്പൊ മതപരമായ കാഴ്ചപ്പാടുകൾ അതിലൊന്നും ഞാൻ ഇടപെടില്ല. ഇല്ല. മതം, റിലീജിയൻ അതെ, അതിലിപ്പോൾ ഞാൻ തീരെ ഇടപെടില്ല. ഉണ്ടോ? അത് അതിനെ ഒരു ചർച്ചക്ക് ഞാൻ താല്പര്യമില്ല. വ്യക്തിപരമായ ഒരു കാര്യമാണ്. എന്നാലും അല്ലേ, ഞാനങ്ങനെ ഇതൊന്നും ഇപ്പം അങ്ങനെ വല്ലാണ്ട് ഇടപെടാറില്ല. ഒരു കാര്യത്തിൽ ഒരു ഘട്ടത്തിൽ തന്നെ അത് നേരത്തെ ഉണ്ടായിരുന്നു ഇവിടെ സജീവമായിട്ട്. പിന്നെ അത് ഒരു വിമോചന സമരം വന്ന കാലത്ത് ആ കാലത്ത് അത് കുറച്ചൊരു അകന്നു പോയിട്ടുണ്ട്. ഇപ്പോഴും ഇത് തുടരുന്നില്ല. ഇല്ല. ഓ, ഹാപ്പി ലൈഫായിട്ട് പോവാണ് അല്ലേ. പിന്നെ ഇനിയിപ്പോ ചോദിക്കാനുള്ളത് ഫാമിലിയെ കുറിച്ച് ആളുകൾക്ക് അറിയേണ്ട ഒരു പ്രാഥമിക കാര്യം. പിന്നെ നിങ്ങളുടെ ഒരു 5 തന്ത്രങ്ങള് ബിസിനസ്സുകാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു 5 ബിസിനസ്. പറഞ്ഞല്ലോ, ഈ തന്ത്രത്തിലൊരു പിന്നെ ബിസിനസ്സുകാര് ഉണ്ടാവേണ്ടത് ഞാൻ പറഞ്ഞ നേരത്തെ സത്യസന്ധത. തന്ത്രം എന്താണെന്നല്ലാതെ നമുക്ക് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അതിന്റെ സാധ്യതകൾ പഠിക്കണം. സാധ്യതകൾ അതേപോലെ നമുക്ക് ഒരാൾ തുടങ്ങുമ്പം അവന് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാവും. ഇപ്പൊ നമ്മൾ നമുക്ക് അവനിപ്പം ഒരാൾക്ക് ബിസിനസ് തുടങ്ങാൻ തന്നെ ഇപ്പം ബിസിനസിനെ പറ്റി വലിയ ധാരണയൊക്കെ ഉണ്ടാവും. പക്ഷെ ആ ധാരണ ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ചുള്ള മറ്റുള്ള ചുറ്റുപാടും ശക്തിയൊക്കെ വേണമല്ലോ. അപ്പം അതൊക്കെ നോക്കണം. അതൊരു പ്രധാന വിഷയമാണ്. ചില ആൾക്കാർ അങ്ങനെ പോയി പെടുന്നുണ്ട്. ഈ ആഗ്രഹവും ആശയും ഉണ്ടാവും, പക്ഷെ അതിൻ്റെ മറ്റ് ആവശ്യമായിട്ടുള്ള സാധ്യതകൾ ഒപ്പിക്കാൻ കഴിയാതെ വരുന്ന ആൾക്കാരുണ്ട്. അപ്പം അത് അങ്ങനെ പരാജയപ്പെട്ടു പോകുന്നുണ്ട്. അത് അങ്ങനെ പരാജയപ്പെടുന്നവൻ വലിയ നഷ്ടത്തോടുകൂടി പരാജയപ്പെടുക. അതെ അതെ. അതൊരു പിന്നെ വലിയ ഒരുപാട് ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ പിന്നെ ഈ കോർപ്പറേഷൻ്റെ ഞെളിയമ്പുറമുണ്ടല്ലോ, അവിടെ ഒരു ഇലക്ട്രിസിറ്റി നമ്മളതിൻ്റെ അടുത്താണ്. പിന്നെ അവിടെ ഒരു പിന്നെ ഈ നമ്മളൊരു പിണറായി മുമ്പ് ഉദ്ഘാടനം ചെയ്തൊരു പ്രോജക്റ്റ് ഇലക്ട്രിസിറ്റി ഉണ്ടാകാന്ന് പറഞ്ഞിട്ട് അവിടെ അതുണ്ട്. അപ്പോൾ അതിന് പിണറായിയാണ് ഉദ്ഘാടനം ചെയ്തത്. അത് ഒരു 1.5 വർഷം കൊണ്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇതിൻ്റെ കമ്പനിക്കാർ അവരെന്താ ചെയ്യുന്ന പറഞ്ഞാൽ അവർ ഇതിന് ടെൻഡർ എടുത്തു. കാരണം അവരെടുത്ത് തന്നെ ഐഡിയ ഉണ്ട്. അപ്പം അവർ ഈ ടെൻഡർ കിട്ടിക്കഴിഞ്ഞിട്ട് ഇത് ഈ വേറെ സബ് ഉണ്ടാക്കാന്നാണ്. കാരണം ഇതിൻ്റെയൊക്കെ ആളുകളെ ഇവരുടെ ഐഡിയ ഉണ്ടല്ലോ, ഇത് ലാഭം കിട്ടുന്ന പ്രോജക്റ്റാണ് എന്നുള്ള ആളുകൾ ബോധ്യപ്പെടുത്തിയിട്ട് പണം വരെ കൊണ്ട് മുടക്കിക്കാൻ ധരിച്ചത്. പക്ഷെ അത് അവർക്ക് ചെയ്യാൻ പറ്റിയില്ല. ഇതൊരു അപ്പത്തിനൂടെ കുറേ പണം ചിലവഴിച്ച് അതൊരു നോർത്തിലുള്ള ഏതോ കമ്പനിക്കാരാണ്. എന്നിട്ട് ഒരു കമ്പനി പേര് എനിക്ക് ഓർമ്മയില്ല. അവിടെ നല്ല പിന്നെ ഒരുപാട് കോടികൾ അവർ ചിലവഴിച്ചു അവിടെ. അപ്പൊ അവസാനം അവർക്ക് അതൊന്നും തിരിച്ചെടുക്കാൻ പറ്റിയില്ല. ക്യാൻസൽ ചെയ്ത് വരും കോർപ്പറേഷൻ. വലിയൊരു ഇഷ്യൂ അല്ലേ. അതെ. അപ്പൊ അത് ഇപ്പം വേറെ ഒരു പിന്നെ വേറെ ഏതൊരു കമ്പനിക്ക് കൊടുത്തത് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അതേ പ്രോജക്റ്റ് അതേപോലത്തെ തന്നെയാണ് വേറെ അതൊരു
അത് ഇന്ത്യൻ കമ്പനി തന്നെ. ഉം. ഇവരെന്താ വെച്ചാൽ ഇവര് ഒരു ഐഡിയ, ഇവർക്ക് ഇതിന്റെ പിന്നെ ടെക്നോളജി ഉണ്ട്. ഞാൻ പറഞ്ഞ കമ്പനിക്ക് ഉം. ടെക്നോളജി ഉണ്ട്. ആ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഇവർ എടുത്തത്. പക്ഷെ ഇവര് ടെക്നോളജിക്ക് അനുസരിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ അവരത്തില്ല. ഉം. അപ്പൊ ഇവര് ടെക്നോളജി കാണിച്ചിട്ട് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാനാണ് അവർ ധരിച്ചത്. പക്ഷെ അവർ കൊണ്ടുവരാൻ പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് അവരുടെ ഉള്ള പൈസയും പോയി, ആ, കടുവായി. ഇത് ഇവിടുന്ന് വരെ പുറത്താക്കുകയും ചെയ്തു. കമ്പനി അതെ. അപ്പൊ അതേപോലെ നമ്മൾ ഇപ്പൊ ഒരു ആലോചനയില്ലാണ്ടേ എടുക്കുകയാണ് പാടില്ല. എടുത്ത് ചാടിയാൽ പിന്നെ ഇവരാവുന്ന അപകടങ്ങളാണ് ഇതൊക്കെ. അപ്പം നമ്മൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് എങ്ങനെ ചെയ്തു തീർക്കാൻ പറ്റും എന്നുള്ള ഒരു നല്ല ധാരണ വേണം. ആ ധാരണ ഇല്ലെങ്കിൽ പിന്നെ അത് പരാജയപ്പെടും. അതേമാതിരി നമ്മൾ പിന്നെ ഒരു അതിപ്പോൾ ഒരു പിന്നെ നമ്മളിപ്പോൾ ഒരു പിന്നെ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു ബന്ധം, കല്യാണ ബന്ധം എടുക്കാൻ ബന്ധമെടുക്കുന്ന ഒരുത്തൻ അവൻ്റെ പിന്നെ ഈ ഇതിൽ കവിഞ്ഞതാണ് എടുക്കുന്നെങ്കിൽ അവനെ മാനേജ് ചെയ്യാൻ പറ്റില്ല. അതെ അതെ, അത് ഏത് ബന്ധത്തിലും അത് ബാധകമാണ്. അത് ബാധകമാണ്. അത് മാനേജ് ചെയ്യാൻ പറ്റില്ല. കുഫുവൊക്കെ എന്ന് പറയും. അത് പിന്നെ നമുക്ക് ആ മാനേജ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമുക്കത് അതിനൊരു ഒരു സമത്വം വേണം. ഉം. അതേപോലെ ഇപ്പോൾ ഒരു കമ്പനി തുടങ്ങാൻ പോകുന്നിടത്തനും അവനൊരു കമ്പനി തുടങ്ങാൻ പറ്റുമെങ്കിൽ അവൻ്റെ സാധ്യതയും ശക്തിയും അവന് ഉണ്ടാക്കാൻ പറ്റുന്ന സാമ്പത്തിക ശക്തിയും ഒക്കെ കണക്കാക്കിയിട്ട് വേണം ചെയ്യാൻ. എന്തിലേക്ക് പറഞ്ഞു. അതെ അതെ. അപ്പം അത് ഇപ്പം ഏറ്റവും കൂടുതൽ ആളുകൾ പരാജയപ്പെടുന്നത് വ്യവസായത്തിലാണ്. അതെ അതെ അതെ. ഇപ്പം വിജയിച്ച ആളുകളെ നമ്മൾ പറയും. വിജയിച്ച പരാജയപ്പെട്ടവരെ കുറിച്ച് ഗവേഷണം നടത്തുകയാണ്. നിരവധിയാണ്. നിങ്ങളെന്നെ ജീവിതത്തിൽ കണ്ടില്ല ഒരുപാട് ഈ മേഖലയിൽ നിൽക്കുമ്പോൾ ഒരുപാട് ഒരുപാട് പരാജയപ്പെട്ട ആൾക്കാരുണ്ട്. ഇപ്പം നമ്മൾ ഇവിടെ തന്നെ ഒരു പിന്നെ കുളത്തറയിലൊരു ഏട്ടനച്ചന്മാർ നല്ല തിരുപ്പുമേരി ഉണ്ടായിരുന്നു. നന്നായി നടന്നിരുന്നു. അത് പിന്നെ പെട്ടെന്നത് പിന്നെ പരാജയപ്പെട്ടു. റൂട്ട് റോയ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു company. ഞാൻ അതിന്റെ പരസ്യം റൂട്ട് റോയ്സ് നല്ല കമ്പനി, നന്നായിട്ട് ഒരു കഠിനാധ്വാനം ചെയ്യുന്ന മക്കളായിരുന്നു. പക്ഷെ ഇവർ പിന്നെ കല്യാണമൊക്കെ കഴിച്ച് അന്നത്തെ പുതിയ സ്ഥിതിക്കനുസരിച്ചുള്ള ബന്ധങ്ങളൊക്കെ എടുത്ത് ബാങ്ക് കൂടിയായിട്ട് എല്ലാം കൂടി കുഴഞ്ഞ് ഇപ്പം കമ്പനി പോയി. റൂട്ട് റോഡിക്സ് റൂട്ട് റോയ്സ് പൊട്ടിപ്പോയി അല്ലേ. അങ്ങനെ അതൊക്കെ ഈ ചെറിയ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഒരു ചെറിയ ശ്രദ്ധക്കുറവുകൊണ്ട്, കാരണം ആലോചന കുറവിൽ വരുന്നതാണത്. കാരണം ഇതിങ്ങനെ നന്നായി വന്നപ്പം പക്ഷെ അവരെ പറ്റി അവർക്ക് ധാരണ പോയി. ആ ബേസ് ഇപ്പൊ വി കെ സിക്ക് ഏറ്റവും വലിയ ധാരണ വി കെ സിനെ പറ്റിയാണ്. അതാണ് വി കെ സിന്റെ ശക്തി. ഞാൻ ഇപ്പൊ ഈ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു സാധനം അതന്നെ. അതാണ് നമ്മളെ പറ്റി നമുക്ക് എന്ത് കഴിയും എന്ത് കഴിയില്ല എന്നുള്ള ധാരണ വേണം. അത് അപ്പം നമുക്ക് കഴിയാത്തത് നമുക്ക് മേക്കപ്പ് ചെയ്യാൻ എന്താണ് ഉള്ളത് വേണ്ടത്. അപ്പം അത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയാൽ പിന്നെ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ പരാജയം ഇങ്ങനെ നമ്മളെ തേടി വന്നുകൊണ്ടിരിക്കും. അതാണ് വി കെ സിക്ക് ഈ തിരിച്ചറിവ് എപ്പോഴാണ്? എനിക്കത് ഏകദേശം നേരത്തെ തന്നെ ഉണ്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ടായിരിക്കുമല്ലോ ഈ വിജയം കിട്ടിയ. എനിക്ക് താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ പിന്നെ ഈ ഒരു സ്ഥലത്തും നമ്മൾ പിന്നെ ഈ ഞാൻ ഈ പുറത്ത് പണിക്ക് പോയ സമയത്ത് ആ പണിൻ്റെ കാഠിന്യം കൊണ്ട് ഞങ്ങൾ ആദ്യം ഒരു ബാച്ച് പോയി. ഒരു 12 ആളുണ്ടായിരുന്നു. 10 ആളും അവിടെ നിന്ന് തിരിച്ചു പോന്നു. ഞങ്ങൾ 2 പേര് മാത്രമേ അവിടെ പിന്നെ തുറന്നിട്ടുള്ളൂ. കാരണം അവിടെ അത്രയും കഠിനമായി അധ്വാനിച്ചാൽ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പം അത് ഇവർക്കാർക്കും അതിനോട് യോജിക്കാൻ കഴിഞ്ഞില്ല. അന്ന് ഞാൻ അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചാണ്. അപ്പം അതിൻ്റെ ഒരു വ്യത്യാസം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ കൂടെയുള്ള തന്നെ അവനും അത്യാവശ്യം കുട്ടികളെ പഠിപ്പിക്കാനും പിന്നെ കാര്യങ്ങൾ നടത്താൻ പറ്റി. അല്ലാത്ത ആളുകളൊക്കെ അവരെ ഫാമിലി പിന്നെ അതിനെപ്പറ്റി പഠിച്ചു നോക്കുമ്പോൾ പരാജയമാണ്. അവർക്കത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അതിൻ്റെ ഒക്കെ ഒരു നല്ല മക്കളെ നല്ല പഠനവും കാര്യമൊക്കെ നടത്തിയിട്ട് അവർ നല്ല വഴിക്ക് കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞില്ല, ഈ മടിയന്മാരായതുകൊണ്ട്. വി കെ സി എന്ന് പറഞ്ഞാല് കഠിനാധ്വാനം, ഒരു തിരിച്ചറിവ് അല്ലേ? തിരിച്ചറിവ് പിന്നെന്താ നമ്മൾ പിന്നെ ഈ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വിശ്വാസ്യത, ട്രസ്റ്റ് അല്ലേ? ഇതൊക്കെയാണ് വി കെ സിക്ക് അതാണ് നമ്മളെ മുതൽ അതൊക്കെയാണ്. അതെ. പിന്നെ അത് കഴിഞ്ഞപ്പോ ഈ കുടുംബത്തിലേക്കൊക്കെ ഒന്ന് വരണല്ലോ നമ്മൾ ഈ പോഡ്കാസ്റ്റ് ആകുമ്പോ. എപ്പോഴാ കല്യാണം കഴിയണേ? കല്യാണം കഴിഞ്ഞത് 66. അപ്പൊ എന്തായിരുന്നു സാഹചര്യം? അപ്പോഴത്തെ ഒരു സാഹചര്യം? അന്ന് ഞാൻ അവിടെ പോയി തമിഴ്നാട്ടിൽ കച്ചവടം തുടങ്ങിയ ആ സമയമാണ്. അപ്പൊ കല്യാണം കഴിക്കാൻ തോന്നി? ഇല്ല, കല്യാണം കഴിക്കാനായിരുന്നു.
ആയിന്ന്. അപ്പം ഉമ്മയൊക്കെ അന്നുണ്ട് അതെ അതെ അവരുണ്ട്. അവരെന്നെ അവർ കണ്ടുപിടിച്ച കല്യാണമാണ് നമ്മൾ. കല്യാണം. അപ്പൊ അന്നത്തെ ഒരു പുതിയാപ്പിളായിട്ടുള്ള അനുഭവങ്ങളൊന്ന് പറയും അന്നത്തെ കാലം. അന്ന് അന്ന് ഞാനൊക്കെ നമ്മൾ അറിയുന്ന ആൾക്കാരാണ്. കല്യാണം കഴിച്ചതും. അത് ഒരു വീട് നമ്മളെ വീട്ടിലൊക്കെ പണ്ടേ പോകുന്നതാണ്. അപ്പൊ നേരത്തെ താത്താനെ അങ്ങനെ കണ്ടേ? അതെ അതെ അങ്ങനെ ഒരു പുതുമ ഉള്ള ഒന്നും ഉണ്ടായിരുന്നില്ല അതിൽ. അതിപ്പോൾ നമ്മൾ അറിയുന്നത് തന്നെയാണ്. ഇപ്പം പിന്നെ അങ്ങനെ പ്രപ്പോസൽ വീട്ടിൽ നിന്ന് വന്നു. അങ്ങനെ അപ്പം നമുക്ക് അഭിപ്രായ വ്യത്യാസം നമുക്ക് അറിയുന്നത് തന്നെയാണല്ലോ. ഓക്കെ. അല്ല അങ്ങനെയാണ് പോയത്. കല്യാണം. അതിലൊന്നും വേറെ വ്യത്യാസമൊന്നുമില്ല. മറ്റേ അത് അവർ നിലനിൽത്തന്നെയുള്ള ആൾക്കാരായിരുന്നു. അവര് കുടുംബവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓക്കെ. ഒരു പിന്നെ അതില് സാധാരണ 2 മക്കള് അവർക്ക് വികേശക്ക്. 4 മക്കളും 4 മക്കളാ. പെൺകുട്ടികളുണ്ട് വേറെ. 2 ഉണ്ട്. അവരൊക്കെ കെട്ടിച്ച്. അതിലൊരാൾ ചാലിത്താണ്, ഉം. ഒരാൾ കൊടിഞ്ഞിയാണ്. ചമ്മാട് കൊടി. ചെമ്മാട് കൊടിഞ്ഞി. പിന്നെ 2 ആൺകുട്ടികൾ റസാക്കി, 2 ആൺകുട്ടികൾ. നൗഷാദ്. ഓലിപ്പം കച്ചവടം. അത് ഒരാണിപ്പം ബിസിനസ് നടത്തുന്നത്. വികേശി ഗവൺമെന്റ്. ഞാനിപ്പോൾ ഈ പിന്നെ ആദ്യത്തെ ഗവൺമെന്റ് ആയ സമയത്ത് തന്നെ ഞാൻ കുറച്ച് പിന്നെ ഇതിന്ന് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനുള്ളപ്പോൾ തന്നെ അവർ ഇതിൽ പ്രാക്ടീസ് ചെയ്യിക്കണം എന്നുള്ള എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. എന്ത് ഈ ബിസിനസ്സിൽ അവര് കൈകാര്യം ചെയ്തിട്ട് അവരെ ഒരു ട്രെയിനിങ്. അതെ. മറ്റിപ്പോൾ നമ്മൾ മരിച്ചിട്ട് ഒരു നോക്കാൻ പോയാൽ ചിലപ്പോൾ അവർക്ക് പഠിക്കാൻ പോയത് തീർന്നു പോകും. അതെ. അപ്പോഴേക്ക് കമ്പനി തീരും. അങ്ങനെ തീർന്ന ചരിത്രം കുറേ ഉണ്ട്. അപ്പൊ വികെസിന്റെ ഒരു ഫ്യൂച്ചർ, ഐ മീൻ കമ്പനിന്റെ ഒരു ഫ്യൂച്ചർ എന്താണ് വികെസി കാണുന്നത്? കമ്പനീൻ്റെ ഇപ്പോൾ പിന്നെ നമുക്ക് ഇനി ഒരുപാട് സാധ്യതകളുണ്ട്. ഇനിയും ഒരുപാട് സാധ്യതകളുണ്ട്. ഇപ്പോഴാണെങ്കിൽ ഈ ഇതിൻ്റെ ടെക്നോളജി ദിവസം എന്ന് പറഞ്ഞോളം മാറിക്കൊണ്ടുവരിക. അപ്പോൾ മാറുന്ന ടെക്നോളജി പഠിക്കാനും അത് പഠിച്ചിട്ട് ആ പ്രോഡക്റ്റ് ഉണ്ടാക്കാനും കഴിഞ്ഞിട്ടേ പരാജയപ്പെടും. അതിന്റെ കൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം. അതെന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ഫുൾ ടൈം നിന്ന് ചെയ്യണം അല്ലേ? അപ്പോ പിന്നെ പല സാധ്യതയുണ്ട്. നമ്മൾ ബ്രാൻഡ് ഫേമസ് ആയതുകൊണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ വേണം ചെയ്യാം. അതെന്താ ചെയ്യാത്ത ഡൈവേഴ്സിഫിക്കേഷൻ? ഇതിൽ തന്നെ പണിയെടുക്കാനുണ്ട്. പിന്നെ അങ്ങനെ പാഞ്ഞ് പിടിക്കണ്ടെന്ന് വിചാരിച്ചു. അതിൽ ഫോക്കസ്. നമ്മളിപ്പോ അങ്ങനെ ഈ പണം എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം എന്നുള്ളൊരു ധാരണ നേരത്തെ ഇല്ല. ഇപ്പം അതിന്റെ അത് നമ്മളൊരു പോളിസിയാണ്. ഇപ്പൊ നമ്മൾ ഈ ഭൂമിയൊക്കെ ആൾക്കാർ പറയും അതെടുത്ത് മറിച്ച് വിറ്റാൽ ഒരുപാട് പൈസ കിട്ടും പറഞ്ഞപ്പോൾ ഈ പൊന്ന് തന്നെ കിട്ടുകയാണെന്ന് എനിക്ക് വേണ്ട, ഞാൻ ഇടപെടാറില്ല. ഭൂമി കച്ചവടം ഒന്നും പോകില്ല. നമുക്ക് ആവശ്യമുള്ളത് വാങ്ങും, ആവശ്യമില്ല വെക്കും. അല്ലാണ്ട് നമ്മൾ കച്ചവടത്തിന് പോകാറില്ല. കുറച്ച് ചാരിറ്റി ഒക്കെ ഉണ്ടല്ലോ അതിനെ കുറിച്ച് എന്തൊക്കെയാണ്? അത് ഞങ്ങളൊരു ട്രസ്റ്റ്, വികസി ചാരിറ്റബിൾ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ട്രസ്റ്റ് ഉണ്ടാക്കിയാണ്. അപ്പോൾ കമ്പനിയുടെ ലാഭങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലൊരു വീതം അതിലേക്ക് മാറ്റും. അതിലിപ്പം കുറേ ചാരിറ്റി വർക്കൊക്കെ അതുകൊണ്ടാണ് നടക്കുന്നത്. എന്തൊക്കെയാ അത് നമ്മളിപ്പം ഈ 2 LP സ്കൂളുകളുണ്ട്. 2 LP സ്കൂളും അവിടെ കുട്ടികൾക്ക് കൂടുതൽ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. LP സ്കൂൾ ഗവൺമെന്റ് LP സ്കൂളാ? അതെ. എയ്ഡഡ് ആണ്. എയ്ഡഡ് ഒന്ന് ചുള്ളിപ്പറമ്പിൽ ഫറോക്കുളയുടെ ഭാഗത്ത്, ഒന്ന് മാറാട് ഈ കലാപുണ്ടായ പ്രദേശത്ത്. അപ്പൊ കലാപുണ്ടായ പ്രദേശത്ത് നമ്മൾ സ്കൂളിൽ തന്നെ ഒരു സ്ത്രീ ഉണ്ട്. അവിടെ ഈ കലാപം നടന്നപ്പം അവിടെ ഈ ഹിന്ദു മുസ്ലിം ഭയങ്കര അകന്നു പോയിരുന്നു. മാനസികമായിട്ട് അകന്ന് വിരോധം രണ്ടു കുട്ടികൾക്ക് അമ്പിച്ച വിരോധവും, കുട്ടികൾ വരെ വിരോധമായിരുന്നു. അങ്ങനത്തെ. അപ്പൊ അപ്പോഴാണ് നമ്മളവിടെ ഈ സ്കൂള് അതിങ്ങനെ അവിടെ അവർ തമ്മിൽ സ്കൂളിന്റെ മാനേജ്മെന്റും സ്ഥലമുടമയും ഉണ്ടായതുകൊണ്ട് അവരൊരു പ്രശ്നത്തിലായിരുന്നു. അപ്പം അതുപോലും നമ്മൾ പറഞ്ഞ് അവിടുത്തെ നമ്മളെ കുറച്ച് ആളുകളൊക്കെ ഇടപെട്ട് ഇതിനൊരു ബോധപൂർവ്വം എടുത്താണ്. അവിടുത്തെ അവിടുത്തെ ആ സ്ഥലത്തെ അന്നത്തെ സംസ്കാരത്തിൽ ഒരു ചേഞ്ച് വരുത്താൻ വേണ്ടി കഴിയും എന്നുള്ള വിശ്വാസത്തിലാണ് അവരെടുത്തത്. അപ്പം അങ്ങനെ എടുത്തിട്ട് നമ്മളവിടെ അതെടുത്തതിന് ശേഷം സ്കൂളൊക്കെ നന്നാക്കി BS മുഖ്യമന്ത്രി ആകുമ്പോഴാണ് അതിൻ്റെ ഒരു കെട്ടിടം ഉദ്ഘാടനം ചെയ്തത്. അത് നമ്മളുണ്ടാക്കിയ നമ്മളാണല്ലോ മാനേജ്മെന്റ്. ഗവൺമെന്റ് സാലറി കൊടുക്കുന്നല്ലോ ഉള്ളൂ. നമ്മളാണ് ഇതിൻ്റെ മാനേജ്മെന്റ് ഒക്കെ നടത്തുന്നത്. അപ്പം അന്ന് അത് ആ സ്കൂൾ എടുത്തതിന് ശേഷം അവിടെ നമ്മുടെ വർക്ക്, നമ്മൾ അധ്യാപകരൊക്കെ ഏറ്റവും കൂടുതൽ കൂടിയാലോചിച്ച് അധ്യാപകരൊക്കെ വർക്ക് ചെയ്ത് വീടുകളിലൊക്കെ പോയി കുട്ടികളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കും. കുട്ടികൾക്ക് അവിടെ ഇല്ലാത്ത എന്താ വെച്ചാൽ എത്തിച്ചു കൊടുക്കും. അങ്ങനെ
അവിടെ ഒരു ഇടപെടൽ. അങ്ങനെ അത് PTAയിൽ കൊണ്ടുവന്ന് PTAയിൽ കൂടിയ പിന്നെ എല്ലാ വിഭാഗം ആളുകളെയും ഒന്നിപ്പിച്ച് അവിടെ പിന്നെ ഓണസദ്യ, ഇഫ്താർ, മറ്റേ ദിവസമൊക്കെ പറഞ്ഞിട്ട് ഒക്കെ കൂട്ടായിട്ടുള്ള ഉണ്ടാക്കി. അങ്ങനെ അതിൻ്റെ ആ സ്കൂളിൻ്റെ വർക്ക് കൊണ്ട് അവിടെ വലിയൊരു പിന്നെ അവിടുത്തെ സാംസ്കാരിക മേഖലയിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റി. അതായത് ഉദ്ദേശം എടുക്കുമ്പോൾ തന്നെ ഉദ്ദേശം അതായിരുന്നു. പിന്നെ വേറെ എന്തൊക്കെയാ ഇപ്പൊ ഇതിന്റെ പുറമെ ഡയാലിസിസ് സെന്റർ? ഡയറി സെൻറ്റർ നമ്മൾ ഞാനതിന് ചെയർമാനാണെന്നേ ഉള്ളൂ. അത് നമ്മളെ ഇത് നമ്മളിതല്ല അങ്ങനെ അതൊരു പാർട്ടി എല്ലാം മെയ്യെടുത്ത് നടത്തുന്നതാണ്. ആ പാർട്ടിയൊക്കെ അതിപ്പോൾ ഇവിടെ 100 പേർക്ക് ഇപ്പം നമ്മൾ സൗജന്യം ചെയ്യുന്നുണ്ട്. ചെയ്യുന്നു. 100 പേർക്ക്, അതായത് ഒരു ദിവസം 50 ആൾക്ക് ചെയ്യും, പിറ്റേന്ന് 50 ആൾ, പിന്നെ ആ ആൾക്കാർ അടുത്ത ദിവസം മറ്റേ ആൾക്കാർ, അങ്ങനെ 100 പേർക്ക് ഇപ്പം നമ്മൾ സൗജന്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് നല്ല ഒരു സ്ഥലം, ഒരു 43 സെൻറ്റ് സ്ഥലമുണ്ട്. അത് ഞങ്ങൾ ഈ ഹാപ്പി കാര്യത്തിൻ്റെ ഇതിൻ്റെ കൂടുതൽ സ്ഥലമായിരുന്നു. ഞങ്ങളത് ഹാപ്പി കാര്യം ജാമിന്റെ ജാമിൻ്റെ. അപ്പം ഞങ്ങൾ 2 കൂടി പേരിലുള്ള ഞങ്ങളുടെ ആവശ്യം എടുത്തിരുന്നു. അത് ഞങ്ങൾ ഇതിന് വിട്ടുകൊടുത്തു. അവിടെയാണ് കെട്ടിടം ഉണ്ടാക്കിയത്. മൂപ്പരും ഈ ഭാഗത്തോടുവാണല്ലേ? അപ്പോൾ നല്ല താമസിക്കുന്നത് ഓക്കെ. ഹാപ്പി. അപ്പം ആ ഒരു പിന്നെ അതിനാണ് നിങ്ങൾ കെട്ടിടം ഉണ്ടാക്കിയത്. അതിലൊരു 6 കോടി രൂപ മുടക്കിയിട്ട് ഒരു 4 നില കെട്ടിടം ഉണ്ടാക്കി അതിനാണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ ഞങ്ങളിനിപ്പോൾ അതിലൊരു കുറച്ചുകൂടി മെഷീനൊക്കെ ഇട്ടിട്ട് അത് ഇപ്പോൾ ഷിഫ്റ്റ് ഇപ്പോൾ 9 മണി വരെയാണ്. 9 മണി വരെ ആകുമ്പോൾ രാത്രിയൊക്കെ ഈ ഇവർക്ക് എപ്പോഴും പ്രശ്നങ്ങളുണ്ടാവും, ഈ രോഗികൾക്ക്. അപ്പോൾ അത് വൈകുന്നേരത്തേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ശ്രമം നടത്തുകയാണ്. അപ്പം അതിൻ്റെ ഒരു പിന്നെ ഒരു 5-8 മെഷീൻ കൂടി വേണം. ആ മെഷീൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ റിയാസ് സംഘടിപ്പിച്ചത് അതിന് കുറച്ച്, പിന്നെ വേറെ കുറച്ച് നമുക്ക് ഓഫറെല്ലാം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അതുവഴി വന്നു കഴിയുമ്പം മെഷീൻ ഇട്ടിട്ട് ഇപ്പോൾ അടുത്ത ആഗസ്റ്റ് ആകുമ്പോൾ മുഖ്യമന്ത്രിനെ കൊണ്ടുവന്നിട്ട് ഉദ്ഘാടനം ചെയ്യാൻ ഉദ്ദേശിച്ചു. ഇതുവരെ ഉദ്ഘാടനം ചെയ്തില്ല. ഇല്ല, പ്രവർത്തനം തുടങ്ങി. പണ്ട് നിങ്ങൾ ഫറോക്കിൽ വേറൊരു ആശുപത്രിയായിട്ട് ടൈപ്പിൽ നടത്തുമ്പോൾ ഒരു ഉദ്ഘാടനം കരീംഖാൻ്റെ കാലത്ത് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഈ പുതിയ ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കി തുടങ്ങിയതിൻ്റെ ദിവസം ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയില്ല. അപ്പം തന്നെ കൊറോണ വന്നു, മറ്റേത് വന്നു, മറ്റൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഈ മെഷീനൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ അടുത്ത ആഗസ്റ്റിൽ മഴ പോകുന്ന പോക്കിൽ നല്ലൊരു ഉദ്ഘാടന പരിപാടി വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അല്ല, പിന്നെ ഇപ്പം നമ്മൾ ഇവിടെ നേരിടത്തൊരു അവിടെ ഒരു കുടുംബാരോഗ്യ കേന്ദ്രമുണ്ട്. അവിടെ ഇപ്പോൾ നമ്മൾ അവിടെ ആവശ്യമുള്ള ഒരു ബിൽഡിങ് ഒരു ഏകദേശം ഒരു 1,40 ലക്ഷം മുടക്കിയിട്ട് ബിൽഡിംഗ് നമ്മൾ ഉണ്ടാക്കി കൊടുത്തു, നമ്മുടെ ട്രസ്റ്റിൻ്റെ വകയായിട്ട്. അത് അതേപോലെ നമ്മൾ മുമ്പ് ചാരിയത്ത് ഉണ്ടാക്കി കൊടുത്തിരുന്നു. പിന്നെ കോഴിക്കോട് കണ്ടിട്ടുണ്ടാവും, മറ്റേ തെരുവിൽ നിന്ന് തിരഞ്ഞെടുത്ത പോലെ അവർക്ക് സൗകര്യം ചെയ്ത് കൊടുത്തല്ലോ. അതിൽ അത് നമ്മുടെ ആ കെട്ടിടം ഉണ്ടാക്കിയത് നമ്മളും ഒരാളെങ്കിലും കൂടിയാണ്. 1 കോടി നമ്മളും 50 ലക്ഷം ഒരാളെങ്കിലും. അങ്ങനെയാണ് അവിടെ അവർക്ക് നല്ലൊരു കെട്ടിടം ഉണ്ടാക്കി കൊടുത്തത്. നമുക്ക് അവസാനിപ്പിക്കാം VKC. അപ്പോൾ ഈ VKC ഇതല്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു എന്ന് ആലോചിച്ചിരുന്നോ? നമ്മളിപ്പോൾ നമ്മളിപ്പോൾ ഇതല്ലെങ്കിൽ പിന്നെ എവിടെയെങ്കിലും ഒരു പിന്നെ എവിടെയെങ്കിലും ജോലിക്കാരനായി കയറി അങ്ങനെ അവസാനിക്കുന്നുണ്ടാവും. അങ്ങനെ അവനാണോ സാധ്യത? അങ്ങനെ സാധാരണഗതിയിൽ അങ്ങനെയാണല്ലോ സാധ്യത സംഭവിക്കാറ്. പിന്നെ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഒരു നഷ്ടബോധം. എന്തിനാ? പക്ഷെ അത് പിന്നെ പഠിച്ചിരിക്കുകയാണെങ്കിലും ഒരു എവിടെയെങ്കിലും ഒരു പിന്നെ കണക്കപ്പിള്ളായിട്ട് തീരുണ്ടാവും. അപ്പൊ പഠിക്കാതിരുന്നാണ് നന്നായത് എന്നൊരു അഭിപ്രായം ഉണ്ട് അല്ലേ? പക്ഷെ അങ്ങനെ വരാമല്ലോ. വരാം. VKCന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ആയിട്ട് കണ്ട അന്ന് മുതൽ എനിക്ക് തോന്നിയ സാധനം VKCന്റെ ചിരിയാണ്. അങ്ങനെ ആരും പറഞ്ഞോ മുന്നേ? അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഇല്ല അല്ലേ? എനിക്ക് തോന്നിയ ഒരു സാധനം അതാണ്. അപ്പൊ ഇത് കുറെ നമുക്ക് അവസാനിപ്പിക്കാം. നമ്മളിത് കുറെ ആളുകളുടെ മുഖത്ത് ചിരി പടർത്തിയ വലിയൊരു വ്യവസായിയും, എന്നാൽ അതേസമയം കേരളത്തിലെ ഒരു എന്താ പറയാ അധസ്ഥിത വർഗത്തിന്റെ രാഷ്ട്രീയം ഉയർത്തുന്ന ഒരു വൈരുദ്ധ്യം ഓൾ ടുഗദർ കീപ്പ് ചെയ്ത ഒരാളായിട്ടാണ് എനിക്ക് VKCനെ മനസ്സിലായത്. എന്തായാലും ഇനി രാഷ്ട്രീയമായിട്ടും ചാരിറ്റി ആയിട്ടൊക്കെ ഒരുപാട് കാലം മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ഞങ്ങളൊക്കെ നിങ്ങളെ വലിയ ആരാധകരാണ്, നിങ്ങളെ വെൽവിഷറാണ്. അപ്പോൾ എപ്പോഴും ഞങ്ങൾക്ക് ഇങ്ങനെ ആരോഗ്യത്തോടെ ഈ ചിരിയോടെ കാണാൻ കഴിയട്ടെ എന്ന് ആശംസിച്ച് നമുക്ക് അവസാനിപ്പിക്കാം.